നമസ്കാരം. 10ാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റ് സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ. യൂണിറ്റിലെ ഒരു പാഠം, ആദ്യ പാഠം പ്രലോഭനം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. അടുത്ത പാഠം കുട്ടിക്കൃഷ്ണമാരാരുടെ മഹാഭാരതത്തെ അടിസ്ഥാനമാക്കി, മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി രചിച്ച ഭാരത പര്യടനം എന്ന പഠന കൃതിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഒരു ഭാഗം, യുദ്ധത്തിന്റെ പരിണാമം എന്ന പേര് നൽകിയിരിക്കുന്ന ഒരു ഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഭാഷ പടവാളാക്കിയ വിമർശന ആചാര്യനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്നു കുട്ടിക്കൃഷ്ണമാരാർ. വിമർശന സാഹിത്യത്തിനു പുറമെ വിവർത്തന സാഹിത്യത്തിലും ഒരുപോലെ അദ്ദേഹം ശ്രദ്ധ പതിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കൃതിയാണ് ഭാരത പര്യടനം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട മഹാഭാരത കഥയെ പുതിയ കാലത്ത്, പുതിയ രീതിയിൽ, പുതിയ അർത്ഥത്തിൽ വായിച്ചെടുത്ത് രചിച്ച കൃതിയാണ് കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം. ഭാരത പര്യടനത്തിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. വ്യാസമഹർഷിയുടെ ഭാരതത്തിലെ, മഹാഭാരതത്തിലെ വിവിധ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മനഃശാസ്ത്രപരവും യുക്തിസഹവുമായി നിരൂപണം ചെയ്തുകൊണ്ടാണ് കുട്ടിക്കൃഷ്ണമാരാർ ഈ ഗ്രന്ഥം രചിച്ചിരിക്കുന്നത്. പഠനാത്മകമായ ഒരു കൃതിയാണ് ഭാരത പര്യടനം. യുദ്ധത്തിന്റെ പരിണാമത്തിലെ വികാരോഷ്മളമായ ഇതിഹാസ സന്ദർഭ വിവരണത്തിലൂടെ മാരാർ യുദ്ധത്തിന്റെ ഭീഷണമായ പരിണാമം നമുക്ക് വ്യക്തമാക്കി തരുന്നു. യുദ്ധം കൊണ്ട് മനുഷ്യരെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും വിഭവങ്ങൾ നശിപ്പിച്ചും നേടുന്നവ ഒന്നും ഒരു ദിവസം പോലും സന്തോഷത്തോടെ അനുഭവിക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന പ്രപഞ്ച സത്യം ഈ പാഠഭാഗം മുന്നോട്ട് വയ്ക്കുന്നു. ഏത് വ്യവസ്ഥയിലും ഏതു പേരിലും നടക്കുന്ന യുദ്ധമായാലും, ഏത് കാലത്തും ഏതു ദേശത്തും നടക്കുന്ന യുദ്ധമായാലും ഇതാണ് സ്ഥിതി. ജയിക്കുന്നവനും പരാജയപ്പെടുന്നവനും ഒരുപോലെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ലോകത്ത് ഇന്നേ വരെ നടന്ന ഒരു യുദ്ധവും വിജയമായിരുന്നില്ല, എല്ലാം പരാജയങ്ങളായിരുന്നു. തലമുറകളോളം പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന വലിയ പരാജയം. ഇന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു. ഈ സത്യം കുരുക്ഷേത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രവചിക്കുകയാണ് വ്യാസൻ ചെയ്തത്. പക മനുഷ്യനെ സർവനാശത്തിലേക്ക് എത്തിക്കുമെന്ന വലിയ സത്യം കൂടി കുട്ടിക്കൃഷ്ണമാരാർ ഈ ഗ്രന്ഥത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. സഹോദരന്മാരായ ധൃതരാഷ്ട്രരുടെയും പാണ്ഡുവിൻ്റെയും മക്കൾ രാജ്യാവകാശത്തിനു വേണ്ടി നടന്ന മത്സരം യുദ്ധമായി പരിണമിക്കുകയും യുദ്ധാവസാനം പാണ്ഡവന്മാർ വിജയികളായി മാറുകയും ചെയ്യുന്നു. ഇരുകൂട്ടർക്കും ഒരുപോലെയാണ് നഷ്ടം. ബന്ധുക്കളെല്ലാം ഒന്ന്. ബന്ധുക്കൾ തമ്മിലുള്ള മത്സരം എങ്ങനെ ഒരു തലമുറയുടെ നാശമായി തീരുമെന്ന് മഹാഭാരത കഥ നമുക്ക് വ്യക്തമാക്കി തരുന്നു. വ്യാസമഹർഷി മഹാഭാരതത്തിൽ മൗനം പാലിച്ച ചിലയിടങ്ങളെ കുട്ടിക്കൃഷ്ണമാരാർ കണ്ടെത്തുകയും അദ്ദേഹത്തിൻ്റെതായ വ്യാഖ്യാനം, ശബ്ദം അവിടെ നൽകുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഭാരത പര്യടനം എന്ന കൃതിയെ. യുദ്ധം ഒന്നിനും ഒരു പരിഹാരമല്ലെന്നും യുദ്ധം ഇല്ലാതാക്കുന്ന സാഹചര്യങ്ങൾ, യുദ്ധം ഇല്ലാതാക്കലാണ് ഏറ്റവും നല്ല മാർഗമെന്നും അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാക്കുന്നവരാണ് യഥാർത്ഥ പോരാളികളെന്നും കൃതി വായിച്ചതിനു ശേഷം നമ്മൾ ഉൾക്കൊള്ളുന്നു. ഇതിഹാസ കഥാപാത്രങ്ങളെ വെറും മനുഷ്യരായി കണ്ട് അദ്ദേഹം വിശകലനം ചെയ്യുന്നു. നന്മയും തിന്മയും ഇരുഭാഗങ്ങളല്ലെന്നും രണ്ടും ഒരേ വ്യക്തികളിൽ ഉണ്ടെന്നും അദ്ദേഹം കാണിച്ചു തരുന്നു. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. വലിയൊരു പാഠമാണ്. ഒരുപാട് മഹാഭാരത കഥയൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇനി നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ കഥയൊക്കെ നമുക്ക് വിശദമായി പറയാം. യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം, പാണ്ഡവന്മാരും കൗരവന്മാരും തമ്മിൽ രാജ്യാവകാശത്തിന് വേണ്ടിയുള്ള യുദ്ധം അവസാനിച്ചു. യുദ്ധം അവസാനിച്ചതിനു ശേഷമുണ്ടായ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ള യുദ്ധത്തിന്റെ പരിണാമം എന്ന ഭാഗത്ത് ഉള്ളത്. പാഠം ഓരോ പാരഗ്രാഫുകളായി ടീച്ചർ വായിച്ച് ആദ്യ അവസാനം വായിക്കണില്ല, ഓരോ പാരഗ്രാഫുകളായി വായിച്ച് അതിൻ്റെ ആശയം പറഞ്ഞ് നമുക്ക് മുന്നോട്ട് പോകാം. യുദ്ധത്തിന്റെ പരിണാമം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഭാരത യുദ്ധം തുടങ്ങുമ്പോൾ രണ്ട് ചേരിക്കാരും തമ്മിൽ ചെയ്ത കരാർ ഇപ്രകാരമായിരുന്നു:
യുദ്ധം നടക്കാത്ത സമയങ്ങളിൽ ഇരു കക്ഷിയും പണ്ടേ പോലെ പരസ്പര പ്രീതിയോടെ വർത്തിക്കണം. യുദ്ധം തുടങ്ങിയാൽ ഗജ അശ്വ രഥങ്ങളിൽ ഇരിക്കുന്നവർ ആ നിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാൾ കാലാളോടും അണിവിട്ടുപോയവനെ കൊല്ലരുത്. വയോവീര്യ ഉത്സാഹങ്ങളിൽ കിടനിൽക്കുന്നവരോട് പറഞ്ഞറിയിച്ചിട്ടേ നേർക്കാവൂ. ഓർക്കാതെയും ക്ഷീണിച്ചിരിക്കുന്നവരോടും അരുത്. മറ്റാരോടും നേരിടുന്നവനെ, പ്രമാദം പറ്റിയവനെ, പിന്തിരിഞ്ഞവനെ, ആയുധം തീർന്നവനെ, കവചം പോയവനെ ഒന്നും ഒരു വിധവും കൊല്ലരുത്. സൂതന്മാർ, കുതിരകൾ, ആയുധ ചുമട്ടുകാർ, വാദ്യക്കാർ എന്നിവരെയൊന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ എതിരാളികളുടെ കുറവുകൊണ്ടല്ല, സ്വന്തം മികവ് കൊണ്ട് തന്നെ ജയിക്കാൻ നോക്കണം എന്നർത്ഥം. കുറ്റമറ്റ ധർമ്മയുദ്ധം. കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചാണ് പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചത്. യുദ്ധം തുടങ്ങുമ്പോൾ തന്നെ രണ്ടു കൂട്ടരും തമ്മിൽ പരസ്പര ധാരണകൾ ഉണ്ടായിരുന്നു. യുദ്ധം നടക്കാത്ത എല്ലാം ബന്ധുക്കളാണ്, എല്ലാവരും പരസ്പരം ബന്ധുജനങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം നടക്കാത്ത സമയത്ത് ഒരുപോലെ സൗഹൃദത്തോടുകൂടെ അവര് ഇരിക്കണം. യുദ്ധം തുടങ്ങിയാലോ ഗജ അശ്വരഥം, ആന, കുതിര, രഥം എന്നിവയിൽ യുദ്ധം ചെയ്യുന്നവര് അതേപോലെയുള്ളവയോട് മാത്രമേ, അതായത് ഗജം ആനപ്പുറത്തുള്ളവർ ആനപ്പുറത്തുള്ളവരോട് മാത്രം, കുതിരപ്പുറത്തുള്ളവര് കുതിരപ്പുറത്തുള്ളവരോട് മാത്രം, അങ്ങനെ സമനിലയിലുള്ളവരോടെ എതിർക്കാവൂ. കാലാൾപ്പടയിലുള്ളവര്, അതുപോലെ അണിവിട്ടു പോയവര്. യുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് ഇരു പക്ഷക്കാരും തങ്ങളുടെ ഭാഗത്ത് ചേരാൻ താല്പര്യമുണ്ടോ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. അങ്ങനെ ചോദിക്കുമ്പോൾ താല്പര്യമുള്ളവർ ഒരു ഭാഗത്ത് നിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് മാറി യുദ്ധം ചെയ്യാറുണ്ട്. അങ്ങനെയുള്ളവരോട് ഒരിക്കലും ആ ഒരു പക വെച്ചു പുലർത്താൻ പാടില്ല. അങ്ങനെ അണിവിട്ടു പോയവരെ ഒന്നും കൊല്ലരുത്. വീര്യ ഉത്സാഹങ്ങൾ, വയസ്സ്, വീര്യം, ഉത്സാഹം എന്നിവ ഒരുപോലെയുള്ളവരോട് പറഞ്ഞറിയിച്ചിട്ടേ യുദ്ധം നേർക്കാവൂ. അല്ലാതെ ഓർക്കാപ്പുറത്ത് ചെന്നവരോട് യുദ്ധം ചെയ്യരുത്. ക്ഷീണിച്ചിരിക്കുന്നവരോട് ഒരിക്കലും യുദ്ധം ചെയ്യരുത്. ഒരാളോട് എതിർക്കുന്നവനെ, യുദ്ധത്തിലെ പല രംഗങ്ങളും കണ്ട്, യുദ്ധം എന്ന് പറഞ്ഞാൽ അപകടമാണ് അല്ലെ, ഇപ്പൊ തകർന്നവനും അങ്ങനെ പല പരിക്കുകൾ പറ്റിയവനെയും കണ്ട് വർദ്ധിച്ച ഭയം, പ്രമാദം ഉണ്ടാവാം. അങ്ങനെയുള്ളവനെ, പിന്തിരിഞ്ഞു ഓടിപ്പോകുന്നവനെ, ആയുധം തീർന്നവനെ, കവചം, പടച്ചട്ടകൾ പോയവനെ, അങ്ങനെ ഒരു വിധത്തിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒന്നും കൊല്ലരുത്. സൂതന്മാർ തേരാളികളാണ്. കുതിരകൾ ആയുധം ചുമക്കുന്നവര്, വാദ്യക്കാർ യുദ്ധത്തിൽ ആവേശമുണ്ടാക്കുന്നതിന് വേണ്ടി വാദ്യാഘോഷം നടത്തുന്നവർ, അങ്ങനെയുള്ളവരെ ഒന്നും ഉപദ്രവിക്കരുത്. ചുരുക്കത്തിൽ ഈ ഒരു കരാറിന്മേലാണ് യുദ്ധം തുടങ്ങിയത്. ചുരുക്കത്തിൽ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? സ്വന്തം കഴിവുകൊണ്ട് മാത്രമായിരിക്കണം യുദ്ധം ചെയ്യേണ്ടതും വിജയിക്കേണ്ടതും. കുറ്റമറ്റ ധർമ്മയുദ്ധമായിരിക്കണം എന്നാണ് പറയുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഈ കരാറെല്ലാം ഏറെക്കുറെ പാലിക്കപ്പെട്ടു. പിന്നീട് അതും ഇതുമായി ലംഘിക്കപ്പെട്ടു തുടങ്ങി. പാണ്ഡവപക്ഷം എതിർപക്ഷത്തിലുള്ള മിക്ക മഹാരഥന്മാരെയും വീഴ്ത്തിയത് യുദ്ധധർമ്മത്തിനെതിരായിട്ടാണ്, ഒടുക്കം ദുര്യോധനനെയും. അങ്ങനെ വല്ലപാടും വിജയം നേടിയ പാണ്ഡവർ സന്ധ്യയ്ക്ക് ജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ആദ്യ ദിവസങ്ങളിലെല്ലാം യുദ്ധ നിയമങ്ങളെല്ലാം പാലിക്കപ്പെട്ടുവെങ്കിലും പിന്നീട് ഒന്നൊന്നായി തകർക്കപ്പെട്ട് അവസാനം ധർമ്മമല്ലാതായി തീർന്ന ഒരു യുദ്ധമായി തീർന്നു കുരുക്ഷേത്ര യുദ്ധം. പാണ്ഡവന്മാര് കുരുക്ഷേത്ര യുദ്ധത്തിൽ വിജയിച്ചത് പലപ്പോഴും അധർമ്മത്തിലൂടെയായിരുന്നു. മഹാരഥന്മാര് എന്ന് പറഞ്ഞാൽ 10,000-കണക്കിന് പോരാളികളെ ഏകനായി നിന്ന് യുദ്ധം ചെയ്യാൻ കഴിയുന്നവനാണ് മഹാരഥൻ. അങ്ങനെയുള്ള എത്രയോ മഹാരഥന്മാര് ഉണ്ടായിരുന്നു. അവരെയെല്ലാം പാണ്ഡവന്മാര് തോൽപ്പിച്ചത് ധർമ്മ രീതിയിലായിരുന്നില്ല. ഒടുക്കം ഏറ്റവും അവസാനം യുദ്ധത്തില് പരാജയപ്പെട്ട ദുര്യോധനനെയും ധർമ്മരീതിയിലല്ല പരാജയപ്പെടുത്തിയത്. അങ്ങനെ ധർമ്മമില്ലാത്തത് കൊണ്ട് വല്ലപാടും എങ്ങനെയൊക്കെയോ ആണ് പാണ്ഡവരെ ജയിച്ചത് എന്നാണ് പറയുന്നത്. അങ്ങനെ സന്ധ്യയോടുകൂടി യുദ്ധം അവസാനിച്ച് യുദ്ധഭൂമിയോട് ചേർന്ന് നിർമ്മിച്ചിട്ടുള്ള താൽക്കാലിക കൂടാരങ്ങളിലേക്ക് എല്ലാവരും തിരിച്ചുപോയി. പാണ്ഡവന്മാർ വിജയിക്കുകയും കൗരവന്മാർ തോൽക്കുകയും ചെയ്തു. രണ്ടു ഭാഗത്തും രണ്ടുപേർക്കും ഒരുപാട് ബന്ധുജനങ്ങളെ നഷ്ടപ്പെടുകയും ചെയ്തു. പടക്കളത്തിൽ ദുര്യോധനൻ തുട ചതഞ്ഞു വീണു, മേലാകെ മണ്ണുപുരണ്ടു, ചുറ്റുപാടും നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളെ ഒടുക്കമൊന്നു കാണുവാനായി സഞ്ജയൻ അവിടെ വന്നു. ദുര്യോധനൻ പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട്, കണ്ണുകളിൽ കോപാശ്രു നിറഞ്ഞുകൊണ്ട്, കൈ നിലത്തിട്ടുരച്ചുകൊണ്ട്, മുടി ചിന്നുമാറ് തലയാട്ടിക്കൊണ്ട്, പല്ലിറുമ്മിക്കൊണ്ടും പറഞ്ഞു. ആ സന്ധ്യാസമയത്ത് അവിടെ ധൃതരാഷ്ട്രരുടെ മന്ത്രിയായ സഞ്ജയൻ അവിടേക്ക് വരികയാണ്. ഇപ്പൊ യുദ്ധഭൂമിയിൽ തുടയെല്ലുകൾ ചതഞ്ഞ് മണ്ണില് വീണ് കിടക്കുന്ന ദുര്യോധനൻ ഒരു പാമ്പിനെ പോലെ ചീറ്റിക്കൊണ്ട് കോപത്തോടുകൂടെ
അദ്ദേഹത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഭീഷ്മർ, കർണർ, ദ്രോണർ മുതലായവരെയൊക്കെ ഉണ്ടായിട്ടും 11 അക്ഷൗഹിണിപ്പടയുണ്ടായിരുന്നിട്ടും ഞാൻ ഈ നിലയിലായി. കാലത്തെ ആർക്കും കവച്ചു കടക്കരുതല്ലോ. ഇനി എൻ്റെ പക്ഷത്തിൽ ബാക്കിയുള്ളവരോട് പറയണം, ഭീമൻ മുറതെറ്റിച്ചാണ് എന്നെ വീഴ്ത്തിയതെന്ന്. ഇതൊന്നുമല്ല, പല കടുങ്കൈകളും പാണ്ഡവർ ചെയ്തിട്ടുണ്ട്. അവർ അവയെ ചൊല്ലി സജ്ജനങ്ങൾക്കിടയിൽ നിർവേദം കൊള്ളും. നിർവേദം എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഒരു മമതയില്ലാത്ത ഒരു നിസ്സംഗഭാവത്തെയാണ്. അധർമ്മം കൊണ്ട് ജയിച്ചിട്ട് ആർക്ക് സന്തോഷിക്കാൻ കഴിയും? ആരവരെ അനുമോദിക്കും? തുടച്ചതഞ്ഞു വീണ എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടിയതിൽ കവിഞ്ഞ് ഒരത്ഭുതമുണ്ടോ? ബന്ധുക്കളുടെ ഇടയിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടിയിരിക്കുന്ന ഒരുവനോടാണ് ഒരാൾ ഇത് ചെയ്തിരുന്നെങ്കിൽ ബഹുമാനിക്കാമായിരുന്നു. എൻ്റെ അച്ഛനമ്മമാർ ദുഃഖിക്കുമ്പോൾ യുദ്ധധർമ്മം അറിയുന്ന അവരോട് ഞാൻ പറഞ്ഞതായി പറയണം. ഞാൻ യജ്ഞം ചെയ്തു, ഭരിക്കേണ്ടവരെ ഭരിച്ചു, ഭൂമി അടക്കി വാണു, ശത്രുക്കളുടെ തലയിൽ കാൽവെച്ചു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? പ്രധാനരായ രാജാക്കന്മാരുടെ മേൽക്കോയ്മ നടത്തി, സുദുർലഭമായ മാനം നേടി, ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. ആർക്കുള്ളൂ എൻ്റേതിനേക്കാൾ നല്ല അവസാനം? ഭാഗ്യവശാൽ ഞാൻ ശത്രുക്കൾക്ക് കീഴടങ്ങിയിട്ടല്ല അവർ ജയിച്ചത്. ഭാഗ്യവശാൽ എൻ്റെ വിപുലമായ ഐശ്വര്യം ഞാൻ മരിച്ചിട്ടാണ് അന്യനിലേക്ക് ചെല്ലുന്നത്. ഉറങ്ങുമ്പോഴോ ഓർക്കാപ്പുറത്തോ കൊല്ലും പോലെയാണ്, വിഷം തന്നു കൊല്ലും പോലെയാണ് എന്നെ കൊന്നത്. അശ്വത്ഥാമാവിനോടും കൃതവർമാവിനോടും കൃപരോടും പറയണം, നിങ്ങൾ പലതവണ അധർമ്മം ചെയ്ത പാണ്ഡവരെ വിശ്വസിച്ചു പോകരുതേ. തുടർന്ന് ദുര്യോധനൻ ആളുകളോടായി പറഞ്ഞു. ഭീഷ്മർ, കർണൻ, ദ്രോണർ മുതലായവർ ഒക്കെ ഉണ്ടായിരുന്നിട്ടും 11 അക്ഷൗഹിണിപ്പടയുണ്ടായിരുന്നിട്ടും താൻ തോറ്റു എന്നാണ് ഇവിടെ ദുര്യോധനൻ പറയുന്നത്. ഭീഷ്മരെ നമുക്കറിയാം, പാണ്ഡവരുടെയും കൗരവരുടെയും പിതാമഹനാണ്. കർണനെയും അറിയാം, ദുര്യോധനൻ്റെ സുഹൃത്താണ്. പാണ്ഡവരില് കുന്തിദേവിയുടെ മൂത്ത പുത്രനുമാണ്. ദ്രോണര് പാണ്ഡവരുടെയും കൗരവരുടെയും ആചാര്യരാണ്. അങ്ങനെ എത്രയെത്ര മഹാന്മാര് ഉണ്ടായിരുന്നിട്ടും താൻ തോറ്റു എന്നാണ് പറയുന്നത്. അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കാലാൾപ്പടയും 10,000-കണക്കിന് ആനയും കുതിരപ്പടയും ഒക്കെ ചേർന്ന അതാണ് ഒരു അക്ഷൗഹിണി എന്ന് പറയുന്നത്. അങ്ങനെ 11 അക്ഷൗഹിണിപ്പട ഉണ്ടായിരുന്നിട്ടും താൻ തോറ്റു. തൻ്റെ പക്ഷത്ത് പല മഹാന്മാരുണ്ടായിരുന്നിട്ടും തനിക്ക് തോൽവി സംഭവിച്ചു. തനിക്ക് തോൽവി സംഭവിച്ചത് ഒരിക്കലും ധർമ്മരീതിയിലല്ല. ഭീമൻ മുറ തെറ്റിച്ച് യുദ്ധത്തില് കാലില് തുടയ്ക്ക് താഴെ അടിക്കരുത് എന്നാണ് ഗദായുദ്ധത്തില്. തുടയ്ക്ക് താഴെ അടിക്കരുത് എന്നാണ് ഗദ കൊണ്ട്. പക്ഷേ തുടയിൽ അടിച്ചിട്ടാണ്, ആ തുടയല്ലുകൾ തകർന്നിട്ടാണ് ഇവിടെ ദുര്യോധനൻ മരിക്കുന്നത്. അതുകൊണ്ട് ഭീമൻ യുദ്ധമുറ തെറ്റിച്ചു എന്നാണ് പറയുന്നത്. അതിൻ്റെ പിന്നിലൊരു കഥയൊക്കെ ഉണ്ട്. കഥ നമുക്ക് ക്ലാസ്സിൽ വരുമ്പോൾ വിശദമായിട്ട് പറയാം. അങ്ങനെ പല കടുങ്കൈകളും ചെയ്തിട്ടാണ് അവർ ജയിച്ചത് എന്ന് ജീവിച്ചിരിക്കുന്നവരോട് പറയണം. അത് മാത്രമല്ല, വീണ് കിടക്കുന്ന എൻ്റെ തലയിൽ ഭീമൻ ചവിട്ടി. ബന്ധുക്കള് വളരെ സന്തോഷത്തോടു കൂടെ സ്നേഹത്തോടു കൂടെ കഴിയുന്നവരാണ് ഇത് ചെയ്തതെങ്കിൽ കുഴപ്പമില്ല. എങ്കിൽ തമ്മിലൊരു ശത്രുതയുള്ളവരെ ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇനി എനിക്ക് ഒരു വിഷമവും ഇല്ല ഇനി മരിക്കാനെന്നും അദ്ദേഹം പറയുകയാണ് ദുര്യോധനൻ. ഞാൻ യജ്ഞം ചെയ്തു, യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്, ഭരിക്കേണ്ട പോലെ ഭരിച്ചിട്ടുണ്ട്, ശത്രുക്കളെ മുഴുവൻ തോൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ പോലെ ഒരു അവസാനം ഇനി ആർക്കും നേടാനില്ല. എല്ലാം സുദുർലഭമായ, ഒരു ദുർലഭവുമല്ലാത്ത മാനം, ഞാൻ അഭിമാനം നേടിയിട്ടുണ്ട്. ലക്ഷണമൊത്ത കുതിരകളിൽ യാത്ര ചെയ്തു. എൻ്റെ പോലെ ഒരു അവസാനം മരണം ആർക്കും ഉണ്ടാകും. അത്രയും ഭാഗ്യവാനാണ് ഞാൻ. അതുകൊണ്ട് ശത്രുവിൽ നിന്ന് നേരിട്ടുള്ള ഒരു തോൽവിയല്ല, അധർമ്മത്തിലൂടെയുള്ള ഒരു തോൽവിയുമാണ്. വിഷം തന്ന് കൊല്ലുന്നത് പോലെയാണ് അവരെന്നെ കൊന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇനി കൗരവപക്ഷത്ത് ബാക്കിയുള്ള 3 പേരാണ് ഇനി ബാക്കിയുള്ളത്. അശ്വത്ഥാത്മാവും കൃതവർമാവും കൃപരും. അവരോട് ഒരിക്കലും പാണ്ഡവന്മാരെ വിശ്വസിച്ചു പോകരുത് എന്ന് പറയണം എന്ന് സഞ്ജയനോട് ദുര്യോധനൻ പറയാൻ. പിന്നീട് അവിടെ കൂടിയിരുന്ന തൻ്റെ ജനങ്ങളോട് ദുര്യോധനൻ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എനിക്ക് വേണ്ടി മരിച്ചവരുടെ ഒപ്പം എത്താൻ വെമ്പുക തിടുക്കം കൊള്ളുകയാണ്. എൻ്റെ സഹോദരി ദുശ്ശള, അവളുടെ ഭർത്താവും സഹോദരന്മാരും മരിച്ചത് കേട്ട് കരഞ്ഞ് എന്താകുമോ ആകൂ. മക്കളുടെയും അവരുടെ മക്കളുടെയും ഭാര്യമാരോടും കൂടി എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെ കഴിഞ്ഞുകൂടുമോ ആവോ. തീർച്ചയായും ലക്ഷണന്റെ അമ്മ ഭർത്താവും മകനും മരിച്ചതിനാൽ പെട്ടെന്ന് മരിച്ചു പോകും. പുണ്യവും ത്രൈലോക്യ പ്രസിദ്ധവുമായ സമന്ത പഞ്ചകത്തിൽ കിടന്ന് മരിക്കുകയാൽ ഞാൻ ശാശ്വത ലോകങ്ങൾ നേടും.
ാണ് ദുര്യോധനൻ എന്ന കഥാപാത്രത്തിന്റെ നന്മ നാം തിരിച്ചറിയുന്നത്. മരണസമയത്ത് അദ്ദേഹം തൻ്റെ ഭാര്യയെയും മക്കളെയെല്ലാം ആദ്യം ഓർക്കുന്നത്, തൻ്റെ സഹോദരി, തൻ്റെ അച്ഛനമ്മമാര്, അതിനുശേഷം മാത്രമാണ് സ്വന്തം കുടുംബത്തെക്കുറിച്ച്, സ്വന്തം ഭാര്യയെയും മകനെയും ഒക്കെ കുറിച്ച് അദ്ദേഹം ചിന്തിക്കുന്നത്. ഭർത്താവും മക്കളും ഒക്കെ മരിച്ച തൻ്റെ സഹോദരി ദുശ്ശള ഇനി എങ്ങനെ ജീവിക്കും, തൻ്റെ അച്ഛനമ്മമാരെ ഇനി എങ്ങനെ ജീവിക്കും, തൻ്റെ ഭാര്യ മകൻ മരിച്ചുപോയി, ദുര്യോധനന്റെ മകൻ ലക്ഷ്മണൻ മരിച്ചുപോയി, മകനും ഭർത്താവും മരിച്ചിട്ട് ഇനി എങ്ങനെ തൻ്റെ ഭാര്യ ജീവിക്കും എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുകയാണ്. എങ്കിലും പുണ്യവും ത്രൈലോക്യം 3 ലോകങ്ങളിലും പ്രസിദ്ധവുമായ സമന്തപഞ്ചകത്തിൽ കിടന്ന് പരശുരാമൻ സ്ഥാപിച്ച പുണ്യതീർത്ഥമാണ് സമന്തപഞ്ചകം. അവിടെ കിടന്ന് മരിക്കുന്നത് കൊണ്ട് താൻ ശാശ്വത ലോകം, അതായത് പുണ്യലോകം, സ്വർഗപ്രാപ്തി തനിക്ക് നേടാൻ കഴിയും എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. രാജാവിന്റെ വിലാപം കേട്ട ജനസഹസ്രങ്ങൾ കണ്ണും നിറച്ച് അങ്ങുമിങ്ങും പാഞ്ഞുപോയി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകൾ മങ്ങി. ഇവിടെയാണ് രാജാവിന് തങ്ങളുടെ ദുര്യോധനന്റെ പ്രജകൾ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നത്. രാജാവ് സങ്കടത്തോടെ കരയുന്ന ഈ കാഴ്ച കണ്ട് അവിടെ കൂടിയിരുന്ന ജനങ്ങളെല്ലാം കണ്ണു നിറച്ച് കരയാൻ തുടങ്ങി. ഭൂമിയാകെ ഒരു മുഴക്കത്തോടെ കുലുങ്ങി, ദിക്കുകളെല്ലാം മങ്ങി. പ്രകൃതിയെയും സ്വന്തം ജനങ്ങളെയും അദ്ദേഹം ഏറെ സ്നേഹിച്ചിരുന്നു എന്ന് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുകയാണ്. അദ്ദേഹത്തിന്റെ സങ്കടം പ്രകൃതിയും ജനങ്ങളും ഏറ്റെടുക്കുകയാണ്. മറ്റെങ്ങോ ആയിരുന്ന കൃപ, കൃതവർമ്മ, അശ്വത്ഥാത്മാക്കൾ യുദ്ധത്തിൽ വളരെ പരിക്കുകൾ ഏറ്റിട്ടുണ്ടെങ്കിലും കൗരവപ്പടയിൽ മരിക്കാതെ ശേഷിച്ച 3 പേർ വിവരമറിഞ്ഞ് തേരിൽ പാഞ്ഞു വന്നു. ചോരയിലാണ്ട് നിലത്ത് കിടന്നുരുളുന്ന ദുര്യോധനനെ കണ്ടു. എല്ലാവരും ഇറങ്ങിച്ചെന്ന് അയാളുടെ അടുത്ത് നിലത്തിരുന്നു. അശ്വത്ഥാമാവ് കണ്ണീരുമായി പലതും പറഞ്ഞു വിലപിച്ചു. അപ്പോൾ ദുര്യോധനൻ ആശ്വസിപ്പിച്ചു. ഇതുതന്നെയാണ് മനുഷ്യന്റെ വിധി. രാജാവായിരുന്നിട്ടും ഞാൻ വീണു. ഭാഗ്യവശാൽ യുദ്ധത്തിൽ തോറ്റോടിയല്ല, പാപികൾ കള്ളത്തരം കൊണ്ടാണ് എന്നെ കൊന്നത്. ഭാഗ്യവശാൽ നിങ്ങളെ ഈ ജനനാശത്തിൽ നിന്ന് മുക്തരായി കാണുവാനും സാധിച്ചു. അതെനിക്ക് വളരെ സന്തോഷമായി. എന്നെ ചൊല്ലി വ്യസനിക്കരുത്. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയലോകം ഒരിക്കലും നശിക്കാത്ത ലോകം നേടിയിരിക്കുന്നു. കൃഷ്ണന്റെ പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയ ധർമ്മത്തിൽ നിന്ന് അനങ്ങിയില്ലല്ലോ. നിങ്ങൾ എൻ്റെ ജയത്തിനു വേണ്ടി ആവുന്നതെല്ലാം ചെയ്തു. പക്ഷേ വിധി കവച്ചു കടക്കാവതല്ലോ. ദുര്യോധനൻ കൗരവപക്ഷത്ത് ശേഷിക്കുന്ന അശ്വത്ഥാമാവ്, കൃപവർമാവ്, കൃപര് എന്നിവരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടരുത്, എൻ്റെ അവസ്ഥ കണ്ട് ദുഃഖിക്കുമെന്ന് അരുത്. യുദ്ധത്തിൽ ഞാൻ ഒരിക്കലും തോറ്റോടിയില്ല. കള്ളത്തരം കൊണ്ടാണ് എന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭൂമിയിൽ കിടന്ന് മരിക്കുന്നത് കൊണ്ട് എനിക്ക് മോക്ഷം പ്രാപിക്കുകയും ചെയ്യും. ഒരിക്കലും എന്നെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ച് വ്യസനിക്കരുത്. ഞാൻ അക്ഷയമായ ലോകങ്ങൾ നേടിയിരിക്കുന്നു. കൃഷ്ണൻ ഈശ്വരനാണ് എന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ മഹത്വം, പ്രഭാവം അറിഞ്ഞിട്ടും ഞാൻ ക്ഷത്രിയന്റെ ധർമ്മം എന്ന് പറയുന്നത് രാജ്യം പരിപാലിക്കുക എന്നാണ്. രാജ്യം നഷ്ടപ്പെടുമ്പോൾ അത് പിടിച്ചെടുക്കുകയും വേണം. ആ ധർമ്മമാണ് ഞാൻ ചെയ്തത്. അതിൽ നിന്ന് കൃഷ്ണനുണ്ട് എന്നറിഞ്ഞിട്ടും പാണ്ഡവപക്ഷത്ത് ഉണ്ട് എന്നറിഞ്ഞിട്ടും ഞാൻ പിന്മാറിയില്ലല്ലോ. അത് തന്നെ തനിക്ക് മോക്ഷത്തിനുള്ള കാരണമാണ്. നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് സംഭവിച്ചിരിക്കുന്നത് എൻ്റെ വിധിയാണ്. അതിനെ മാറ്റാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ആരും ദുഃഖിക്കരുത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത്രയും പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറഞ്ഞും വേദന കൊണ്ട് ഞെരുങ്ങിയും മിണ്ടാതായ ദുര്യോധനനോട് ക്രോധം കൊണ്ട് കത്തിയാളുന്ന അശ്വത്ഥാത്മാവ് കൈ തിരുമ്മിക്കൊണ്ടും തൊണ്ട ഇടറിക്കൊണ്ടും പറഞ്ഞു, ആ ദുഷ്ടൻ കൊടും ക്രൂരത കാട്ടി എൻ്റെ അച്ഛനെ വധിച്ചു. അതിലും എനിക്കത്ര വ്യസനമില്ല. അങ്ങയുടെ ഈ സ്ഥിതി കാണുമ്പോൾ ഞാനിതാ എൻ്റെ സുഹൃതങ്ങളെ പിടിച്ച് ആണയിടുന്നു. ഇന്നു ഞാൻ സർവ്വ പാഞ്ചാലരെയും വാസുദേവൻ കാണെ തന്നെ കാളന്നൂർ പൂജിക്കും. അതിന് താങ്കൾ അനുവാദം തരുമാറാകണം. തൻ്റെ സുഹൃത്ത് ദുര്യോധനന്റെ ഈ അവസ്ഥ കണ്ടു തൻ്റെ പിതാവ്, അശ്വത്ഥാത്മാവിന്റെ പിതാവാണ് ദ്രോണാചാര്യർ, അദ്ദേഹത്തെ യുദ്ധത്തിലെ അധർമ്മത്തിലൂടെയാണ് വധിച്ചത്. അപ്പോൾ ആ 2 അവസ്ഥകൾ, തൻ്റെ സുഹൃത്തിനും തൻ്റെ അച്ഛനും ഉണ്ടായ അവസ്ഥകളെ ചിന്തിച്ചുകൊണ്ട് അശ്വത്ഥാത്മാവിന്റെ ഉള്ളിൽ കോപം, ദേഷ്യം വർദ്ധിച്ചു വരികയാണ്. അദ്ദേഹം ആ ഭൂമിയിൽ വെച്ച് ശപഥം ചെയ്യുകയാണ്. താൻ ഇന്നു തന്നെ സർവ്വ പാഞ്ചാലരെയും, പാഞ്ചാല ദേശത്തുള്ളവർ, പാഞ്ചാലിയുടെ നാടാണ്, പാഞ്ചാല ദേശത്തുള്ളവരെയും പാണ്ഡവരെയും എല്ലാം ശ്രീകൃഷ്ണൻ കാണെ തന്നെ കാളന്നൂർ പൂജിക്കും. കാളന്നൂർ പൂജിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കും. അതിന് എനിക്ക് അങ്ങ് അനുവാദം തരണം എന്ന് ദുര്യോധനനോട് അശ്വത്ഥാത്മാവ് പറയാം.
ഇത് കേട്ട ഉടനെ ദുര്യോധനൻ കൃപരോട് പറഞ്ഞു, ആചാര്യ, വേഗത്തിൽ നിറകുടം കൊണ്ടുവരൂ. കൃപർ പോയി അത് കൊണ്ടുവന്നപ്പോൾ തുടർന്നു, എന്റെ ആജ്ഞയനുസരിച്ച് ദ്രോണപുത്രനെ സേനാപതിയായി അഭിഷേചിക്കൂ. ബ്രാഹ്മണൻ രാജാവിന്റെ കൽപ്പന കിട്ടിയിട്ടേ യുദ്ധം ചെയ്യാവൂ എന്നാണ് ധർമ്മജ്ഞരുടെ അനുശാസനം. അപ്പൊ ധർമ്മം അറിയുന്നവരെ പറഞ്ഞിട്ടുള്ളത്, ബ്രാഹ്മണനാണ് ഇവിടെ അശ്വത്ഥാത്മാവ്. ബ്രാഹ്മണനെ യുദ്ധം ചെയ്യുകയല്ല അവന്റെ കർമ്മം, അവൻ ചെയ്യേണ്ട കർമ്മമല്ല യുദ്ധം. അതുകൊണ്ട് അവൻ യുദ്ധം ചെയ്യേണ്ടി വരുന്നത് രാജാവിന്റെ ആജ്ഞ കിട്ടിയിട്ടായിരിക്കണം. അതുകൊണ്ട് ഇനി ബാക്കിയുള്ള അശ്വത്ഥാത്മാവിനെ ഇവിടെ പുതിയ സേനാപതിയായി അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് നിറകുടം വെള്ളം കൊണ്ടുവന്ന് ആ ചടങ്ങിന് കൊണ്ടുവരാനായിട്ട് കൃപരോട് അദ്ദേഹം പറയുകയാണ്. രാജാവിന്റെ കൽപ്പന കിട്ടി. ഇനി അശ്വത്ഥാത്മാവിന് പാണ്ഡവരെ, ബാക്കിയുള്ള യുദ്ധമെല്ലാം കഴിഞ്ഞെങ്കിലും ഇനിയുള്ളവരെ വധിക്കാനായിട്ടുള്ള കൽപ്പന ദുര്യോധനൻ നൽകുകയാണ്. കൃപർ അത് നടത്തി. ദ്രൗണി രാജാവിനെ ആശ്ലേഷിച്ചു വിടവാങ്ങി ആർത്ത് വിളിച്ചുകൊണ്ട് മറ്റു രണ്ടുപേരോടും കൂടി അവിടം വിട്ടു. കൃപര് ദുര്യോധനൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു. അങ്ങനെ അശ്വത്ഥാത്മാവിനെ ദ്രോണപുത്രൻ എന്ന അർത്ഥത്തിൽ ദ്രൗണി എന്നും പറയുന്നുണ്ട്. ഈ പാഠഭാഗത്ത് ദ്രൗണി എന്ന നാമമാണ് അശ്വത്ഥാത്മാവിന് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ദ്രൗണിയും അശ്വത്ഥാത്മാവും ഒരാൾ തന്നെയാണ്. അങ്ങനെ അശ്വത്ഥാത്മാവിനെ സേനാപതി അഭിഷേകം ചെയ്തു. ഉടനെ തന്നെ അശ്വത്ഥാത്മാവ് അവിടെ ആർത്ത് വിളിച്ചുകൊണ്ട് രാത്രി യുദ്ധം ചെയ്യാൻ പാടില്ലാത്തതാണ്, സകല യുദ്ധ നിയമങ്ങളും നർമ്മങ്ങളും മറന്നുകൊണ്ട് അദ്ദേഹം ബാക്കിയുള്ള രണ്ടുപേരോടും കൂടെ, കൃപരോടും കൃതവർമാവിനോടും കൂടെ പാണ്ഡവരെ നശിപ്പിക്കാനായി അവിടെ നിന്ന് പുറപ്പെടുകയാണ്. മുമ്പ് പലപ്പോഴും കൗരവ സഭയിൽ ഭീഷ്മ, കർണ, ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ മധ്യത്തിൽ പ്രതാപത്തോടും ശ്രീയോടും കൂടി ഞെളിഞ്ഞിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരത്തിലും സ്വപ്രത്യയ സ്ഥൈര്യത്തിലും എതിരാളികളോടുള്ള അവജ്ഞയിലും മറ്റും ആദരണീയമായ ഒരു അംശമുണ്ടെന്ന് ആർക്കാനും തോന്നിയിരിക്കുമോ? എന്നാൽ ഇന്ന് ഈ മൃത്യുരംഗത്തിൽ നിലത്തു വീണ് പ്രാണവേദന കൊണ്ട് ഞെരുങ്ങുമ്പോഴും അയാളിൽ അതേ ഭാവങ്ങൾ അതേ അളവിൽ നിലനിൽക്കുന്നത് കാണുമ്പോൾ അതിലൊരു സ്ഥിരസ്വത്വമുണ്ടെന്ന് മനസ്സിലാക്കുവാൻ നാം നിർബന്ധിതരാകുന്നു. ഏതായാലും ഈ സ്ഥിതിയിൽ അയാളുടെ തലയിൽ ചവിട്ടുവാൻ ആർക്കും കാലുപൊങ്ങുകയില്ല. ദുര്യോധനനെ നാം കാണുമ്പോഴെല്ലാം ഒരു ദുഷ്ടതയുടെ മൂർത്തിയായിട്ടാണ്, അഹങ്കാരത്തിന്റെ മൂർത്തിയായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഭീഷ്മരുടെ കൗരവ രാജസദസ്സില് ഭീഷ്മരും കർണനും ഗാന്ധാര, സിന്ധു രാജാദി ബന്ധുക്കളുടെ ഒക്കെ നടുവില് വലിയ പ്രതാപത്തോടും ഐശ്വര്യത്തോടും കൂടിയിരിക്കുന്ന ദുര്യോധനൻ കാണിച്ച അഹങ്കാരം, സ്വപ്രത്യയ സ്ഥൈര്യം, സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. അച്ഛനോ അമ്മയോ സുഹൃത്തുക്കളോ ആര് പറഞ്ഞാലും തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് മാറാതെ നിൽക്കുക. അതെപ്പോഴും ദുര്യോധനൻ തിന്മയുടെ ഭാഗത്ത് മാത്രമായിരുന്നു നിന്നിരുന്നത്. ആ ഒരു സ്വപ്രത്യയ സ്ഥൈര്യവും അഹങ്കാരവും അദ്ദേഹത്തിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അതിലെ ഒരു ആദരണീയമായ ഭാവം നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് തുടയലുകൾ തകർന്ന് ചോരയൊലിച്ച് ഈ ഭൂമിയിൽ കിടക്കുമ്പോഴും അതേ ഭാവമാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇപ്പോഴും അദ്ദേഹം തൻ്റെ ആ മനസ്സിൽ നിന്ന് മാറാൻ കൂട്ടാക്കുന്നില്ല. അതേ ഭാവത്തിൽ നിൽക്കുമ്പോൾ അദ്ദേഹത്തിനോട് ഒരു അടുപ്പം നമുക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മുടെ ലേഖകൻ ചോദിച്ചു പോവുകയാണ്. അതേ ഭാവം തന്നെയാണ് ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിൽ. ഇങ്ങനെ അത്രയും ആത്മധൈര്യത്തിലിരിക്കുന്ന ഒരു വ്യക്തിയുടെ തലയിൽ ചവിട്ടാൻ എങ്ങനെയാണ് ഭീമനെ കാല് പൊങ്ങിയത് എന്നും അദ്ദേഹം ചിന്തിക്കുന്നു. അതിനും പുറമെ ദുര്യോധനൻ തന്റെ വൃദ്ധരായ മാതാപിതാക്കളെയും ആരോമലായ ഭാര്യയെയും ഓർക്കുന്നതിനു മുൻപേ തങ്ങളുടെ ഏക സഹോദരിയായ ദുശ്ശളയെ ചൊല്ലി വ്യസനിക്കുന്നതും നോക്കുക. ആ ഹൃദയോന്നതിക്ക് മുന്നിൽ, ആ അഭിജാത്യത്തിന് മുന്നിൽ ഒരിറ്റു കണ്ണീർ തൂകാതിരിപ്പാൻ ആർക്കു സാധിക്കും? ദുര്യോധനൻ എന്ന കഥാപാത്രത്തിന്റെ മഹത്വം ഇവിടെയും വ്യക്തമാവുകയാണ്. സ്വന്തം ഭാര്യയെയും മകനെയും കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് വൃദ്ധരായ അച്ഛനമ്മമാരെ കുറിച്ചും സഹോദരിയെക്കുറിച്ചും അദ്ദേഹം ചിന്തിച്ചു. സ്വന്തം പ്രജകൾ അദ്ദേഹത്തെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു. പ്രകൃതി വല്ലാതെ കോപിച്ചു. പ്രകൃതിയെയും സ്വജനങ്ങളെയും സ്വന്തം ബന്ധുക്കളെയും അച്ഛനമ്മമാരെയും സ്നേഹിക്കുന്ന രാജാവാണെന്നും അദ്ദേഹം സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണെന്നും അദ്ദേഹത്തിന്റെ ആ ഒരു സ്വഭാവത്തിലെ പ്രത്യേകതകൾ ഈ ഭാഗത്ത് എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിനെ കുറിച്ച് ഓർക്കുമ്പോൾ, ഈ ഒരു കാര്യം മാത്രം ചിന്തിക്കുമ്പോൾ ദുര്യോധനയെ കുറിച്ച് ഓർത്ത് ഒരിറ്റു കണ്ണീര് നമ്മുടെ കണ്ണിലെ വരുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മളിലേക്ക് അദ്ദേഹം വിട്ടുതരികയാണ്. അവർ കൃപ, കൃതവർമ്മ, അശ്വത്ഥാത്മാക്കൾ 3 പേരും പാണ്ഡവരുടെ പാളയത്തിന് അടുത്തെത്തി. കൂട്ടത്തിൽ പറയട്ടെ, പാണ്ഡവർ അവിടെ ഉണ്ടായിരുന്നില്ല.
ഇന്ന് മംഗളത്തിനു വേണ്ടി നാം പാളയത്തിൽ നിന്ന് പുറത്തു പാർക്കണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ അവരെയും സാത്യകിയെയും കൂട്ടി ഓഘവനി നദിയുടെ തീരത്ത് ചെന്നുകൂടിയിരുന്നു. ദ്രൗണി ശിബിരദ്വാരത്തിൽ വെച്ച് കൃതവർമാക്കളോട് പറഞ്ഞു. അങ്ങനെ ആ രാത്രിയിൽ അശ്വത്ഥാത്മാവും കൃപരും കൃതവർമാവും കൂടി പാണ്ഡവര് യുദ്ധമെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് വിശ്രമിക്കുന്ന അവരുടെ പാളയത്തില് എത്തി, അവരുടെ കുടീരത്തിലേക്ക് എത്തി. അവിടെ പാണ്ഡവന്മാർ 5 പേരും ഉണ്ടായിരുന്നില്ല. അവർ പുറത്ത് ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് പുറത്ത് പോയിരിക്കുകയായിരുന്നു. സാത്യകിയും കൃഷ്ണന്റെ സാരഥിയായ സാത്യകിയും ഉണ്ടായിരുന്നു പാണ്ഡവരുടെ കൂടെ. ഓഘവനി തീരത്ത് 7 സരസ്വതി നദികളാണ് ഉള്ളതെന്ന് പറയുന്നു. അതിൽ ഒരു നദിയായിട്ടാണ് ഓഘവനി നദിയുടെ പറയുന്നത്. അവിടെയാണ് അവരുണ്ടായിരുന്നത്. പാണ്ഡവരും ആ കുടീരത്തിലുണ്ട് എന്ന് കരുതിയിട്ടാണ് നമ്മുടെ ദ്രൗണി അശ്വത്ഥാത്മാവ് അവിടേക്ക് ചെന്നിരിക്കുന്നത്. അദ്ദേഹം അതിൻ്റെ ഉള്ളിലേക്ക്, ആ കുടീരങ്ങളിലേക്ക് കടക്കും മുമ്പ് തൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഞാൻ ശിബിരത്തിൽ കടന്ന് കാലനെ പോലെ പ്രവർത്തിക്കും. ഒറ്റയൊരുത്തനും നിങ്ങളുടെ അടുക്കൽ നിന്ന് ജീവനും കൊണ്ട് പോകാതിരിപ്പാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അയാൾ ശിബിരത്തിലേക്ക് ചാടിക്കിടന്നു. തനിക്ക് ആ സ്ഥലമെല്ലാം അറിയാം. അയാൾ നേരെ ദൃഷ്ടദ്യുമ്നൻ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു. ശുദ്ധാത്മാവ് നേരെ കുടീരത്തിലേക്ക് ചെന്നു. ദൃഷ്ടദ്യുമ്നൻ, അതായത് പാഞ്ചാലിയുടെ സഹോദരൻ കിടക്കുന്ന മുറിയിലേക്കാണ് ആദ്യം ചെന്നത്. അശ്വത്ഥാത്മാവിന്റെ അച്ഛൻ ദ്രോണാചാര്യരെ വധിച്ചത് ദൃഷ്ടദ്യുമ്നനാണ്. ആ ഒരു ദേഷ്യം, പക തീർക്കാനാണ് ആദ്യം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. യുദ്ധശ്രാന്തൻ, യുദ്ധം ചെയ്ത് തളർന്നവൻ ദൃഷ്ടദ്യുമ്നൻ മാലകൾ വിധാനിച്ച് നറുമണം പുകച്ചറയിൽ വെള്ളവിരിപ്പ് വിരിച്ച വലിയ മെത്തയിൽ ഒരു ഭയവുമില്ലാതെ സ്വൈര്യമായി കിടന്നുറങ്ങുകയാണ്. ദ്രൗണി അയാളെ ചവിട്ടി ഉണർത്തി. ദൃഷ്ടദ്യുമ്നൻ ഉണർന്നു നോക്കി ദ്രൗണിയെ കണ്ടറിഞ്ഞു. ചാടിയെണീക്കാൻ ഭാവിച്ചപ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി. മയക്കം പോകാതെ പരിഭ്രമിച്ചിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ അനങ്ങാൻ കഴിഞ്ഞില്ല. ദ്രൗണി അയാളുടെ കഴുത്തിലും നെഞ്ചിലും ചവിട്ടി നിന്നു. ഞെരുക്കിക്കൊല്ലാൻ തുടങ്ങവേ ദൃഷ്ടദ്യുമ്നൻ മാന്തിയൊഴിയാൻ ശ്രമിച്ചുകൊണ്ട് ഞെരങ്ങി, ആചാര്യപുത്ര, എന്നെ ശസ്ത്രം കൊണ്ട് കൊന്നേക്കൂ, താമസിക്കേണ്ട. മനുഷ്യശ്രേഷ്ഠ, അങ്ങയുടെ കൈകൾ കൊണ്ട് ഞാൻ സുഹൃത ലോകങ്ങളിലേക്ക് പോകട്ടെ. ഗുരുഘാതകികൾക്ക് കുലപാംസന ലോകങ്ങളില്ല, ദ്രൗണി പറഞ്ഞു. അതുകൊണ്ട് നിന്നെ ശസ്ത്രം കൊണ്ട് കൊന്നുകൂടാ. അതും പറഞ്ഞ അയാളുടെ മർമ്മങ്ങളിൽ പെരുവിരൽ ഊന്നിയമർത്തി കഥ കഴിച്ചു. ദൃഷ്ടദ്യുമ്നന്റെ മുറിയിലേക്ക് ചെല്ലുകയും അദ്ദേഹം ഉറങ്ങുമ്പോൾ ഒന്നും പ്രതീക്ഷിക്കാതെ ഉറങ്ങുകയാണ്. അദ്ദേഹത്തിനെ ചവിട്ടി എഴുന്നേൽപ്പിക്കുകയും അദ്ദേഹത്തിന്റെ കഴുത്തിലും നെഞ്ചിലും ഒക്കെ ചവിട്ടി കൊല്ലാൻ ശ്രമിച്ചു. ദൃഷ്ടദ്യുമ്നൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല. അപ്പോഴേക്കും അശ്വത്ഥാത്മാവ് ദൃഷ്ടദ്യുമ്നനെ നേരിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ദൃഷ്ടദ്യുമ്നനെ ഇനി രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറയാണ്, ശസ്ത്രം, ആയുധം കൊണ്ട് എന്നെ ഇനി കൊന്നോളൂ. അങ്ങനെ ഞാൻ സുഹൃത ലോകങ്ങളിൽ, നശിക്കാത്ത ലോകങ്ങളിലേക്ക് ചെന്ന് ചേരട്ടെ. അപ്പോൾ അശ്വത്ഥാത്മാവ് പറയാണ്, ഗുരുഘാതകി, ഗുരുവിനെ വധിച്ചവന്, തൻ്റെ പിതാവ് ദ്രോണാചാര്യരെ വധിച്ചവന്, കുലപാംസന, കുലത്തെ നശിപ്പിക്കുന്നവന്, ദ്രോഹിക്കുന്നവന് ഒരിക്കലും നല്ല ലോകങ്ങളിലേക്ക് എത്തരുത് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആയുധം കൊണ്ട് വധിക്കാതെ മർമ്മസ്ഥാനങ്ങളിൽ വിരലുകൊണ്ട് ഊന്നി അദ്ദേഹത്തെ, ദൃഷ്ടദ്യുമ്നനെ, അശ്വത്ഥാത്മാവ് വധിച്ചു. ദൃഷ്ടദ്യുമ്നന്റെ മരണഞരക്കം കണ്ട് അവിടെയുള്ള സ്ത്രീകളും കാവൽക്കാരും ഉണർന്നു. അവർ ആ ഞെക്കിക്കൊല കണ്ട് ചെകുത്താനാണ് എന്നുറപ്പിച്ച് നടുങ്ങി മിണ്ടാതെ കിടന്നതേയുള്ളൂ. ദ്രൗണി പിന്നെ പുറത്തു കടന്നു. മറ്റു ശിബിരങ്ങളിലേക്ക് പുറപ്പെട്ടപ്പോൾ ആ സ്ത്രീകളും കാവൽക്കാരും വേഗം ഓടിവരണേ എന്ന് നിലവിളി കൂട്ടി. കൂടാരങ്ങളിൽ ആകെ ബഹളമായി. ദ്രൗണിയോ മുന്തിയ ആളുകളെ ചെന്ന് ചവിട്ടിക്കൊന്നു. തുടർന്ന് വാളൂരിപ്പിടിച്ച് കൈക്കൽപ്പെട്ടവരെയെല്ലാം വെട്ടിവീഴ്ത്തുകയായി. അവരുടെ ചോര തെറിച്ച് അയാൾ കൂടുതൽ ഭയങ്കരനായി. അതുകണ്ട് ആളുകൾ അയാളെ രാക്ഷസൻ എന്ന് കരുതി കണ്ണു ചിമ്മി. ദ്രൗപദിയുടെ 5 പുത്രന്മാരും മറ്റും എതിർത്തു നോക്കി. എന്നാൽ ദ്രൗണി അവരെയെല്ലാം വയറു പൊളിച്ചും കൈവെട്ടിയും തലയരിഞ്ഞും വായിൽ വാൾ കടത്തിയും മറ്റും ബലികഴിച്ചു. ശിഖണ്ഡിയെ, ഭീഷ്മരുടെ എതിരാളിയായ അംബയുടെ പുരുഷാവതാരത്തെ 3 തുണ്ടമാക്കിയിട്ടു. അശ്വത്ഥാത്മാവ് ദൃഷ്ടദ്യുമ്നനെ വധിക്കുന്നത് കണ്ട് ആ കൂടാരങ്ങളിലുള്ളവര് എഴുന്നേൽക്കുകയും സ്ത്രീകളും കുട്ടികളുമെല്ലാം ആ നിൽക്കുന്നത് ഒരു രാക്ഷസനാണ് എന്ന് കരുതി മിണ്ടാൻ പോലും പറ്റാതെ നിന്നു. പിന്നീട് അദ്ദേഹം പുറത്തു കടന്നപ്പോൾ അവർ നിലവിളിക്കാൻ തുടങ്ങി. മുന്നിൽ കാണുന്നവരെയെല്ലാം അദ്ദേഹം വാളുകൊണ്ട് വെട്ടിയും ചവിട്ടിയും എല്ലാം വധിച്ചു.
പിന്നീട് ദ്രൗപദിയുടെ 5 പുത്രന്മാര് അവര് അശുദ്ധാത്മാവിനോട് എതിർത്തുവെങ്കിലും അവരെയും അദ്ദേഹം വാളുകൊണ്ട് വെട്ടിയും തലയെരിഞ്ഞുമൊക്കെ അവരെയും വധിച്ചു. അംബയുടെ പുരുഷാവതാരം ഭീഷ്മരെ വധിക്കണമെന്ന് ശപഥം ചെയ്തുകൊണ്ട് പുനരവതാരം എടുത്തതാണ് അംബ എന്ന് പറയുന്ന അംബയുടെ അവതാരമായിരുന്നു ശിഖണ്ഡി. ആ ശിഖണ്ഡി മൂലമാണ് ഭീഷ്മ പിതാമഹനെ വധിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ശിഖണ്ഡിയെ നേരെ തെരഞ്ഞുപിടിച്ച് 3 തുണ്ടമാക്കിയിടുകയും ചെയ്തു, 3 കഷ്ണമാക്കിയിടുകയും ചെയ്തു. അങ്ങനെ മുന്നിൽ കാണുന്നവരെയെല്ലാം വെട്ടിയും ചവിട്ടിയും അശുദ്ധാത്മാവ് വധിച്ചു. ആളുകൾ ഉറക്കപ്പിച്ചും ഭയവും പിടിപെട്ട് അങ്ങുമിങ്ങും പായുകയായി. അവർക്ക് ആയുധവും വസ്ത്രവും ഒന്നും കയ്യിൽ കിട്ടിയില്ല. ചിലർ നിലത്തു തന്നെ അമർന്നു കിടന്നു. അവരെ പകച്ചുപായുന്ന ആനകൾ ചവിട്ടിയരച്ചു. ആളുകളുടെ പലതരം നിലവിളി കൊണ്ടും കൂടാരമാകെ മുഴങ്ങി. ശിബിരത്തിൽ നിന്ന് പുറത്തു ചാടി ഓടാൻ ചെന്നവരെ ദ്വാരദേശത്ത് വെച്ച് കൃപരും കൃതവർമാവും കൊന്നുവീഴ്ത്തി. ആയുധ കവചാദികളില്ലെങ്കിലും തൊഴുതു കുമ്പിട്ട് നിന്നാലും ഒരുവനെയും അവർ വിട്ടില്ല. അവർ പിന്നെ ദ്രൗണിയെ പ്രീണിപ്പിക്കാനായി കൂടാരങ്ങൾക്ക് 3 വശവും തീയും കൊടുത്തു. ആ വെളിച്ചത്തിൽ ദ്രൗണി നടന്നു. കൈമിടുക്കോടെ വെട്ടിക്കൊല നടത്തി. പാഞ്ഞടുക്കുന്നവരെയും പാഞ്ഞൊഴിയുന്നവരെയും ഒരുവനെയും കൈയൊഴിയാതെ മുഴുവൻ ചത്തവരും പാതി ചത്തവരുമായ ആളുകളെ കൊണ്ടും ഗജ അശ്വങ്ങളെ കൊണ്ടും ഭൂമി ഭീമദർശനമായി. സർവത്ര കൂട്ടനിലവിളി തന്നെ. ഒടുക്കം അത് നേർത്ത് മൂളലായി ഞെരക്കമായി അടങ്ങി. അങ്ങനെ അശ്വത്ഥാമാവും കൃപരും കൃപവർമാവും കൂടി ഒരാളെ പോലും അവിടെ വെറുതെ വിട്ടില്ല. പുറത്തേക്ക് ഓടിപ്പോകുന്നവരെ പുറത്തു നിന്ന കൃപരും കൃതവർമാവും കൂടി കൊന്നുവീഴ്ത്തി. ആയുധങ്ങളൊന്നുമില്ലാതെ നിസ്സഹായരായി നിൽക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും മൃഗങ്ങളെയും എന്നുവേണ്ട എല്ലാവരെയും അവര് കൊന്നുവീഴ്ത്തുകയാണ് ഉണ്ടായത്. ദ്രൗണിയെ, അതായത് അശ്വത്ഥാത്മാവിനെ സന്തോഷിപ്പിക്കാനായി അവര് പിന്നീട് ആ കൂടാരങ്ങൾക്ക് തീയിടുകയും ചെയ്തു. അങ്ങനെ അവിടെയുള്ളവര് പാതി ജീവനുള്ളവരും മരിച്ചവരുമായ ആളുകളെല്ലാം ആ തീയിൽ വെന്ത് വെണ്ണീറാകുന്ന കാഴ്ചയും കാണേണ്ട അവസ്ഥയിലേക്ക് എത്തി. ഗജങ്ങളും അശ്വവും മനുഷ്യരും എല്ലാം ആ തീയിൽ കിടന്ന് വെന്ത് ചാമ്പലായി. കൂട്ട നിലവിളിയായിരുന്നു എല്ലാ ഭാഗത്തു നിന്നും ഉയർന്നത്. പിന്നീട് ആ നിലവിളി നേർത്ത് മൂളലായി നിശബ്ദമായി മാറി. അതായത് ആ കൂടാരങ്ങളിലുള്ള സകല മനുഷ്യരെയും അവര് കൊന്നൊടുക്കി. പ്രഭാതമായി. മനുഷ്യച്ചോരയിലാണ്ട് ദ്രൗണിയുടെ വാൾപിടി കൈപ്പടത്തോടടുപ്പിച്ച് ഒന്നായി തീർന്ന പോലെയായി. രാത്രി ആളുകൾ ഉറങ്ങി എത്രയ്ക്ക് നിശബ്ദമായ ശിബിരത്തിലേക്കാണോ താൻ കടന്നു ചെന്നത്. ആളുകൾ കൊല്ലപ്പെട്ട് അത്രയും നിശബ്ദമായ ശിബിരത്തിൽ നിന്ന് അയാൾ പുറത്തേക്കും പോന്നു. രാത്രിയിലെ നിശബ്ദമായ കുടീരത്തിലേക്കാണ് അയാൾ ചെന്നത്. പിന്നീട് രാവിലെയാകുന്നത് വരെ അവിടെയുള്ളവരെ എല്ലാം അയാൾ കൊന്നൊടുക്കി. അവസാനം അയാളുടെ കയ്യില് ആ കൊന്ന മനുഷ്യരുടെ രക്തം കൊണ്ട് അയാളുടെ വാള് ഒട്ടിപ്പിടിച്ച് ആ വാള് വിടാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. അപ്പോൾ എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം പെരുമാറിയതെന്ന് നമുക്ക് ചിന്തിക്കാം. അങ്ങനെ നിശബ്ദമായ കൂടാരത്തിലേക്ക് രാത്രി പോയ അശ്വത്ഥാത്മാവ് നിശബ്ദമായി രാവിലെ കടന്നു വരികയാണ്. എല്ലാവരെയും കൊന്നൊടുക്കി അദ്ദേഹം പുറത്തേക്ക് വന്നു. പുറത്തു വന്ന 3 പേരും കഥയെല്ലാം പരസ്പരം അറിയിച്ച് കൈകൊട്ടി ഭാഗ്യം ഭാഗ്യം എന്ന് ആർത്തു വിളിച്ചു. എന്നിട്ടവർ ദുര്യോധനന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു. അവർ ചെല്ലുമ്പോഴേക്കും ദുര്യോധനിൽ നന്നേ കുറച്ചേ ജീവൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വേദന മുഴുത്തും ശ്വാസം എടുത്തു വലിച്ചും ചോര ഛർദിച്ചും നിലത്ത് ചൈതന്യമറ്റ് അരുളുകയാണ്. കടിച്ചു വലിക്കാൻ വെമ്പുന്ന കുറുക്കന്മാർ വന്ന് ചൂഴ്ന്നിരിക്കുന്നു. അയാൾ നന്നേ പണിപ്പെട്ട് അവയെ ആട്ടിയകറ്റുന്നുണ്ട്. ചോരയിലാണ്ട ഈ 3 പേരും കുതിച്ചും കൊണ്ട് ചെന്ന് അടുത്തിരുന്നു. ദ്രൗണി പറഞ്ഞു, ദുര്യോധന, ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, കേൾക്കുവാൻ കൊതിക്കുന്നത് കേട്ടോളൂ. പാണ്ഡവരിൽ വാസുദേവനും സത്യകിയും ഉൾപ്പെടെ 7 പേരും ഞങ്ങൾ 3 പേരും മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ദ്രൗപദിയുടെ മക്കളും ദൃഷ്ടദ്യുമ്നനും പാഞ്ചാലന്മാരും എല്ലാം കൊല്ലപ്പെട്ടു. ചെയ്തതിനെല്ലാം പകരം വീട്ടി ദൃഷ്ടദ്യുമ്നനെ ഞെക്കിക്കൊന്നു. ദുര്യോധനൻ വീണ്ടും ഒരു ചൈതന്യം വന്നു പറഞ്ഞു, എനിക്ക് ഭീഷ്മരും കർണനും ദ്രോണനും ചെയ്തു തരാത്തത് നിങ്ങൾ 3 പേരും കൂടി ചെയ്തു തന്നു. ആ ശിഖണ്ഡിയെ കൊന്നതിൽ ഞാൻ ഇന്ന് ഇന്ദ്രനെ പോലെയായി. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. സ്വസ്തി. ഇനി സ്വർഗത്തിൽ കാണാം. അയാളുടെ ശബ്ദം നിന്നു. പ്രാണൻ വെടിഞ്ഞു. അയാളുടെ ശരീരം ഭൂമിയിലമർന്നു. പ്രാണൻ വിണ്ണേറി. കൂട്ടക്കൊല കഴിഞ്ഞ് നേരെ അശ്വത്ഥാത്മാവും കൂട്ടരും ചെന്നത് ദുര്യോധനന്റെ അടുത്തേക്കാണ്. ചോരയൊലിപ്പിച്ചുകൊണ്ടും അല്പം ജീവൻ ബാക്കിയായി കിടക്കുന്ന അദ്ദേഹത്തെ നരികളും കുറുക്കന്മാരും ഒക്കെ വന്ന് ജീവനോടെ കടിച്ചു തിന്നാൻ നിൽക്കുകയാണ്. അവരെ അടിയോടിച്ചുകൊണ്ട് നിൽക്കുന്ന ദുര്യോധന്റെ അടുത്ത് ചെന്ന് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. ഇനി പാണ്ഡവപക്ഷത്ത്
ആരുമില്ല ബാക്കി. ദൃഷ്ടദ്യുമ്നനെയും ദ്രുപദപുത്രനായ ദൃഷ്ടദ്യുമ്നനെയും പാഞ്ചാലിയുടെ നാട്ടിലുള്ളവരെയും പാഞ്ചാലന്മാരെയും ദ്രൗപദിയുടെ മക്കളെയും എല്ലാം തങ്ങൾ വധിച്ചിരിക്കുന്നു. സന്തോഷത്തോടുകൂടി ഇനി താങ്കൾക്ക് മരിക്കാം എന്ന് അശ്വത്ഥാത്മാവ് ദുര്യോധനനോട് പറയുകയാണ്. അല്പമുണ്ടായിരുന്ന ആ ഒരു ജീവൻ, ബാക്കിയുള്ള ജീവൻ സന്തോഷത്തോടുകൂടി ദുര്യോധനൻ ഈ വാർത്ത കേൾക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രാണൻ ജീവൻ വെടിയുകയും ശരീരം ഭൂമിയിൽ അമരുകയും ജീവൻ വിണ്ണേറുക എന്ന് പറഞ്ഞാൽ സ്വർഗലോകത്തേക്ക് എത്തുക, ആ ആത്മാവ് ഭൂമിയിൽ നിന്ന് പോവുകയും ശരീരം ഭൂമിയിൽ കിടക്കുകയും ചെയ്തു എന്ന് ലേഖകൻ നമ്മളോട് പറയുകയാണ്. ഇത്രയും ഭാഗത്താണ് കഥ പറയുന്നത്. യുദ്ധം അവസാനിച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ ചോരയാണ്ട് കിടക്കുന്ന ദുര്യോധനനെ ബാക്കിയുള്ള കൗരവപക്ഷത്തുള്ള അശ്വത്ഥാത്മാവും കൃപരും കൃതവർമാവും കൂടി ചെന്ന് കാണുകയും അദ്ദേഹത്തിന്റെ സന്തോഷത്തിനായി പകയും ദേഷ്യവും മനസ്സിലേക്ക് കടന്നു വന്ന അശ്വത്ഥാത്മാവ്, ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാത്മാവ്, ദ്രൗണി എന്നും അദ്ദേഹത്തെ പറയുന്നുണ്ട്, അദ്ദേഹം നടത്തിയ കൂട്ടക്കൊല, അറുംകൊലയാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. കുട്ടികളെയും സ്ത്രീകളെയും മൃഗങ്ങളെയും ആരെയും വെറുതെ വിടാതെ രാത്രിയിൽ നിസ്സഹായരായി കിടന്നിരുന്ന മനുഷ്യരെയെല്ലാം, തളർന്ന അവശരായവരെയെല്ലാം അവരെ വെട്ടിക്കൊന്ന് ആ സന്തോഷ വാർത്ത ദുര്യോധനനെ അറിയിക്കുകയാണ്. ആ സന്തോഷം കേട്ടുകൊണ്ട് ദുര്യോധനൻ സ്വർഗലോകം പ്രാപിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പരിസമാപ്തി. മഹാത്മാവായ ഭീഷ്മരുടെ സൈന്യാധിപത്യത്തിൽ ആദ്യം വിവരിച്ച വ്യവസ്ഥകളോടെ തുടങ്ങിയ ആ ധർമ്മയുദ്ധം 18-ാം ദിവസം രാത്രി ഒടുക്കത്തെ സേനാധിപതിയായ അശ്വത്ഥാത്മാവ് നടത്തിയ പൈശാചികമായ അറുംകൊലയിലാണ് അവസാനിച്ചത്. ഇതിനർത്ഥം ഏതു യുദ്ധവും ഏതു പേരിലും വ്യവസ്ഥയിലുമെല്ലാം തുടങ്ങിയാലും എങ്ങനെയൊക്കെ ആയിരുന്നാലും കലാശമെന്നല്ലാതെ മറ്റെന്താവും? ഈ യുദ്ധത്തിന്റെ ഒരു മുഖ്യ നേതാവായ ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠന് വ്യാസൻ സുയോധനനെന്നും ദുര്യോധനനെന്നും വിരുദ്ധ അർത്ഥമായ 2 പേരിട്ട് വിഹരിച്ചതിലും ഈ ഒരാശയം ഉൾച്ചേർന്നിരിക്കുന്നു. അപ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിലെ എപ്പിക്കുകളെ പോലെ ചില യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പാൻ വേണ്ടിയല്ല, നേരെ മറിച്ച് മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെ എടുത്തു കാണിപ്പാൻ വേണ്ടിയാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടതെന്ന് തീർത്തു പറയാൻ സംശയിക്കേണ്ടതില്ല. ഇതിഹാസം എന്ന് പറഞ്ഞാൽ തന്നെ ചരിത്രം, നടന്ന കഥ എന്നാണ് അർത്ഥം. ഭാരതകഥയാകട്ടെ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ് എന്ന് എവിടെ നോക്കിയാലും കാണുന്നു. ഇങ്ങനെയാണ് മഹാഭാരത യുദ്ധത്തിന്റെ പരിസമാപ്തി, അവസാനം. മഹാത്മാവായ ഭീഷ്മ പിതാമഹന്റെ സൈന്യാധിപത്യത്തില് ധർമ്മവ്യവസ്ഥകളോടെ ആരംഭിച്ച യുദ്ധം എങ്ങനെയാണ് അവസാനിച്ചത് എന്ന് നമ്മൾ കണ്ടു അല്ലെ. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം 18-ാം ദിവസം രാത്രി അവസാന സേനാധിപതിയായ അശ്വത്ഥാത്മാവ് നടത്തിയ പൈശാചികമായ അറുംകൊലയിലാണ് അവസാനിച്ചത്. സകല ധർമ്മങ്ങളെയും കാറ്റിൽ പരത്തിക്കൊണ്ട്. എല്ലാ യുദ്ധങ്ങളും ഇങ്ങനെയാണ്. ആദ്യം തുടങ്ങുന്നത് ധർമ്മത്തിലും വ്യവസ്ഥകളിലുമാണെങ്കിലും കുറച്ച് ചെല്ലുമ്പോഴേക്കും അതെല്ലാം കാറ്റിൽ പറത്തുന്നത് പോലെ പാലിക്കപ്പെടാതാകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഈ യുദ്ധത്തിന്റെ മുഖ്യ നേതാക്കളിൽ ഒരാളാണ് ധാർത്തരാഷ്ട്ര ജ്യേഷ്ഠൻ, അതായത് നമ്മുടെ ദുര്യോധനന് വ്യാസൻ 2 പേരുകൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ശ്രദ്ധേയമാണ്. സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും. സുയോധനൻ എന്നാൽ നല്ലവണ്ണം ധർമ്മത്തിൽ യുദ്ധം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ദുര്യോധനൻ എന്നാലോ ഇതിന്റെ നേരെ വിപരീതവും, അധർമ്മത്തിലൂടെ യുദ്ധം ചെയ്യുന്നവനെന്നും. ഒരേ ആൾക്ക് വിപരീതങ്ങളായ അർത്ഥമുള്ള 2 പേരുകൾ. യുദ്ധം, മനുഷ്യൻ എന്നെല്ലാം പറഞ്ഞാൽ ഇതന്നെയാണ്. വിപരീതമായ സ്വഭാവങ്ങൾ ഉള്ളിലുണ്ടായിരിക്കും, നന്മയും തിന്മയും അവന്റെ ഉള്ളിലുണ്ടായിരിക്കും. ആ പേര്, അതിന് ചേർന്ന പേര് തന്നെയാണ് ദുര്യോധനന് നൽകിയിരിക്കുന്നത്, സുയോധനൻ എന്നും ദുര്യോധനൻ എന്നും. ഇനി എപ്പിക്കുകളെ കുറിച്ച്, പാശ്ചാത്യ എപ്പിക്കുകൾ എന്ന് പറഞ്ഞാൽ ഇതിഹാസങ്ങളാണ്. പാശ്ചാത്യ ഇതിഹാസ കൃതികളായ ഹോമർ, ഡെയിലിയഡും ഒഡീസി തുടങ്ങിയ കൃതികളെല്ലാം യുദ്ധവീരന്മാരുടെ പരാക്രമം വർണ്ണിപ്പിക്കുന്ന കൃതികളാണ്. യുദ്ധം ആവേശമുണ്ടാക്കുന്ന കൃതികളാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിലുണ്ടായ, ഭാരതത്തിലുണ്ടായ ഇതിഹാസ കൃതിയായ മഹാഭാരതം യുദ്ധം വരുത്തിവെക്കുന്ന ദോഷങ്ങളെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നൊരു കൃതിയാണ്. ഏത് യുദ്ധമായാലും ജയമായാലും അവിടെ പരാജയം തന്നെയാണ് സംഭവിക്കുന്നത്, സർവനാശമാണ് ഉണ്ടാകുന്നത് എന്നാണ് ഈ വർണ്ണനകളിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാകുന്നത്. ഒരിക്കലും യുദ്ധം നല്ലത് എന്ന് അവിടെ ഒരു ഭാഗത്തും നമ്മളോട് പറഞ്ഞു തരുന്നില്ല. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ഭയങ്കര ദുരന്തത്തെയാണ് ഭാരത ഇതിഹാസമായ
മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നത്. ഇതിഹാസം എന്നാൽ ചരിത്രം, നടന്ന കഥയാണ്. ഇവിടെ മഹാഭാരതം എന്ന് പറഞ്ഞാൽ നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന, നടന്നുകൊണ്ടിരിക്കുന്ന കഥയാണ്. എല്ലാ യുദ്ധങ്ങൾ നോക്കിയാലും ഈ അധർമ്മവും അറുംകൊലകളും ജീവിച്ചിരിക്കുന്നവരുടെ ദുഃഖവും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മഹാഭാരതം യുദ്ധഗാഥയല്ല, യുദ്ധം വേണ്ട എന്ന് പറഞ്ഞു തരുന്ന, നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കൃതിയാണ്. ഈ അറുകൊലയുടെ കഥ പിറ്റേന്നു രാവിലെ പാണ്ഡവരുടെ അടുത്തെത്തി. യുധിഷ്ഠിരൻ പെട്ടെന്ന് മോഹാത്സ്യപ്പെട്ടു. അത് തീർന്നുണർന്നപ്പോൾ അദ്ദേഹത്തിന് നിർവേദമായി. പല കാലമായി പല കഷ്ടപ്പാടും സഹിച്ച് വല്ലപാടും ഇന്നലെ കൈനേടിയ ആ മഹാവിജയം പകൽ വെളിച്ചത്തിലൊന്ന് നോക്കിക്കാണുവാൻ ഇടകിട്ടും മുമ്പേ ഇതാ ഒരു പരാജയമായിരിക്കുന്നു. ജയോയമ അജയോകര ജയസ്തസ്മാൻ പരാജയ. പ്രമാദം തന്നെ. പ്രമാദത്തിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല. സമുദ്രം താണ്ടി സമ്പാദ്യം കൊണ്ടുവന്ന കച്ചവടക്കാരൻ ഒരു കൈത്തോട്ടിൽ വെച്ച് മുങ്ങിപ്പോയി. മരിച്ചവരോ സ്വർഗത്തിലായി. ഇനി പാഞ്ചാലിയുടെ സ്ഥിതി എന്താവും? വൃദ്ധനായ അച്ഛനും സഹോദരന്മാരും മക്കളും മരിച്ചിട്ട്. രാത്രിയിൽ നടന്ന പടകുടീരത്തിൽ നടന്ന അറുംകൊലയുടെ വിവരം പിറ്റേന്നു രാവിലെയാണ് പാണ്ഡവന്മാർ അറിയുന്നത്. ഇത് കേട്ടയുടനെ പാണ്ഡവരിലെ മൂത്തപുത്രനായ യുധിഷ്ഠിരൻ മോഹാത്സ്യപ്പെട്ട് ബോധം നഷ്ടപ്പെട്ട് നിലത്ത് വീണു. അദ്ദേഹത്തിന് ഉണർന്നപ്പോൾ നിർവേദമായി. ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത, ചിന്ത പോലും ഇല്ലാത്തൊരവസ്ഥയിലായി. പല കാലം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുത്ത വിജയമാണ്. ഒന്ന് പകൽ വെളിച്ചത്തിൽ ആ വിജയം ഒന്ന് ആഘോഷിക്കാൻ പോലും പറ്റാത്ത അദ്ദേഹത്തിന് ഒരു വലിയ പരാജയം നേരിടേണ്ടി വന്നല്ലോ എന്നുള്ള ചിന്ത അദ്ദേഹത്തെ വിഷമിപ്പിച്ചു. ഈ ജയം ജയമല്ല, മറിച്ച് പരാജയം തന്നെയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. പ്രമാദം എന്ന് പറഞ്ഞാൽ ഉന്മാദാവസ്ഥയാണ്, സ്വയം മറന്നു പോകുന്ന ഒരവസ്ഥ. അതിൽ കവിഞ്ഞ ഒരു കൊല ജീവിതത്തിലില്ല. സമുദ്രം എന്ന് പറഞ്ഞാൽ വലിയ കര കാണാത്ത കടലാണ്. ആ കടലെല്ലാം താണ്ടി ആ സമ്പാദ്യം ഉണ്ടാക്കി ആ സമ്പാദ്യവും കൊണ്ടുവരികയാണ്. അപ്പൊ കടൽ അവസാനിച്ചത് ആ ഭൂമി തൊടാറായി എന്ന് കരുതിയിരിക്കുമ്പോഴാണ് കപ്പല് മുങ്ങി കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ മുങ്ങിപ്പോകുന്നത്. ഒരു തോട്ടിൽ വെച്ച്, സമുദ്രത്തിൽ വെച്ച് ഒന്നും സംഭവിക്കാത്തത് ഒരു തോട്ടിൽ വെച്ച് സംഭവിച്ചു എന്നതുപോലെയാണ് ഇവിടെ ഉണ്ടായത്. 18 ദിവസം നീണ്ടുനിന്ന മഹായുദ്ധത്തില് വിജയം നേടിയിട്ട് ഇത് അതിന്റെ അവസാന രാത്രിയിൽ ഒരു വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നു. ആ പരാജയത്തെയാണ് സമുദ്രം താണ്ടിക്കൊണ്ടുവന്ന സമ്പത്ത് ഒരു തോട്ടിൽ വെച്ച് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി പാഞ്ചാലിയുടെ അവസ്ഥ എന്താണെന്ന് നോക്കാം. പാഞ്ചാലിയുടെ വൃദ്ധനായ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു. സഹോദരനെ ഇതാ ഞെക്കിക്കൊന്നിരിക്കുന്നു അശ്വത്ഥാത്മാവ്. മക്കൾ 5 പേരും മരിച്ചിരിക്കുന്നു. ഈ വാർത്ത എങ്ങനെ പാഞ്ചാലി സഹിക്കും? ആ കൊലക്കളത്തിൽ എത്തി. ദ്രൗപദി മോഹാത്സ്യപ്പെട്ടു വീണു. ഭീമസേനൻ ചെന്നു താങ്ങി. അവൾ സാനുജനായ യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, ഭാഗ്യവശാൽ മക്കൾ ക്ഷാത്രധർമ്മമനുസരിച്ച് വീണുപോയി. എന്നും വെച്ച് നിങ്ങൾക്ക് ഈ നേടിയ ഭൂമിയാകെ വാണുകൊള്ളാം. അർജുന, അങ്ങേക്കും ഭൂമി മുഴുവൻ നേടിയെന്ന് വെച്ച് അഭിമന്യുവിനെ മറക്കാം. എന്നോടുകൂടി എല്ലാം മറന്ന് സ്വസ്ഥമായിരിക്കാം. എന്നാൽ എനിക്കിത് പൊറുക്കാൻ വയ്യ. ആ പാപിയായ ദ്രൗണിയെ ഇന്നു ചെന്ന് കൊന്നില്ലെങ്കിൽ ഞാനിവിടെ പ്രയോപവേശം കൊള്ളുകയാണ്. ഇത് മനസ്സിലാക്കിക്കൊള്ളുവേൻ. കാടുകേറി ദൂരെ എങ്ങോ പോയ ദ്രൗണിയെ കണ്ടെത്തുക എളുപ്പമല്ലെന്നും മറ്റും പറഞ്ഞ യുധിഷ്ഠിരൻ അവളെ ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷേ ദ്രൗപദി പ്രതിജ്ഞ ചെയ്തു. ദ്രൗണിയുടെ ശിരസിലുള്ളതായി കേൾക്കുന്ന സഹജമായ ചൂടാമണി കൊണ്ടുവന്ന് അങ്ങയുടെ ശിരസിൽ അണിഞ്ഞു കാണണം. ഞാൻ ജീവിച്ചിരിക്കണമെങ്കിൽ തൻ്റെ ആ നിശ്ചയം നിറവേറ്റാൻ അവൾ ഭീമനെ പ്രോത്സാഹിപ്പിച്ചു. ഭീമൻ വില്ലും അമ്പുമെടുത്ത് തേരിലേറി നകുലനെ സാരഥിയാക്കി പുറപ്പെടുകയും ചെയ്തു. ഈ വാർത്തയറിഞ്ഞ് ദ്രൗപദി, പാഞ്ചാലി, പാണ്ഡവരുടെ പത്നി, മോഹാത്സ്യപ്പെട്ട് ബോധം നഷ്ടപ്പെട്ടു വീണു. പിന്നീട് ബോധം തിരിച്ചു വന്നപ്പോൾ സാനുജനായ അനുജനോടൊപ്പം നിൽക്കുന്ന യുധിഷ്ഠിരനെ നോക്കി പറഞ്ഞു, മക്കളെല്ലാം ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് യുദ്ധത്തിലാണ് മരിച്ചു പോയിരിക്കുന്നത് എന്ന് ചിന്തിച്ചു വേണമെങ്കിൽ നിങ്ങൾക്കൊക്കെ സമാധാനിക്കാം. അർജുനനോട് പറയാണ്, എന്നോടുകൂടെ ഈ ഭൂമിയിൽ ഇനിയുള്ള കാലം നിങ്ങൾക്ക് ജീവിക്കാം. പ്രിയപുത്രനായ അഭിമന്യുവിനെ ശത്രുക്കൾ യുദ്ധഭൂമിയിൽ വെച്ച് വെട്ടിക്കൊന്ന ആ സങ്കടമെല്ലാം അങ്ങേക്ക് പൊറുക്കാം. അധർമ്മത്തിലൂടെയാണ് അഭിമന്യുവിനെ കൗരവന്മാരെ വധിച്ചത്. ആ ദുഃഖമെല്ലാം അങ്ങേക്ക് പൊറുക്കാം. എന്നാൽ എനിക്കിതൊന്നും ക്ഷമിക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് ഇവിടെ പ്രയോപവേശം കൊള്ളുകയാണ്. പ്രയോപവേശം എന്ന് പറഞ്ഞാൽ ദർഭപ്പുല്ല് വിരിച്ച് ആ പുല്ലില് ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ എങ്ങനെ കഴിയുക, അതായത് ഒരു തരം മരണം വരെ അങ്ങനെ കഴിയുക, ഒരു ആത്മഹത്യ തന്നെയാണ്. അങ്ങനെ തൻ്റെ ജീവിതം താൻ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.
അതിനു മുൻപ് കാടുകേറി ഈ കൊലകളെല്ലാം നടത്തിയിട്ട് അശ്വത്ഥാത്മാവ് കാടുകേറി ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ട്. അവനെ വേഗം കണ്ടുപിടിക്കണം. അവനെ കണ്ടുപിടിച്ചിട്ട് അവന്റെ ശിരസിൽ ഉള്ളതായി പറയുന്ന ഒരു ചൂടാമണി എന്ന വിലപിടിപ്പുള്ള രത്നമുണ്ട്, തലയിലണിയുന്ന ആ രത്നം കൊണ്ടുവന്ന് യുധിഷ്ഠിരന്റെ ശിരസിലണിഞ്ഞ് എനിക്ക് കാണണം. ഇത് അശ്വത്ഥാത്മാവിനെ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ ഭീമസേനനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ് ദ്രൗപദി. ഇത് കേട്ട ഉടനെ തന്നെ ഭീമസേനൻ അമ്പും വില്ലും എടുത്ത് നകുലനെ സാരഥിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുകയും ചെയ്തു. കഥയെല്ലാം അറിഞ്ഞ് കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര, താങ്കളുടെ പ്രിയ സഹോദരൻ വല്ലാത്തൊരു അപകടത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദ്രോണപുത്രന് ബ്രഹ്മശിരസ് എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. അത് ഭൂമി മുഴുവൻ ചുടും. ദ്രൗണി കോപിഷ്ഠനും ദുരാത്മാവും ചപലനും ക്രൂരനുമാണ്. ബ്രഹ്മശിരസ് അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഭീമനെ രക്ഷിക്കണം. ഉടനെ കൃഷ്ണ, യുധിഷ്ഠിര, അർജുനാദികൾ എപ്പേരും കൂടി കൃഷ്ണന്റെ തേരിൽ പിന്തുടർന്നു ചെന്നു. അവർ ക്ഷണത്തിൽ വഴിയിൽ വെച്ച് ഭീമനെ കണ്ടെത്തിയെങ്കിലും ക്രോധദീപ്തനായ അദ്ദേഹത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ല. അശ്വത്ഥാത്മാവ് അപ്പോൾ ഭഗീരഥി കച്ഛത്തിൽ ഋഷികളോടുകൂടി ഇരുന്നരുളുന്ന കൃഷ്ണദ്വൈപായനന്റെ അടുത്ത് ചെന്ന് കൂടിയിരിക്കുകയായിരുന്നു. മേലാകെ നെയ്യ് പുരട്ടി കുശകീജങ്ങൾ ധരിച്ചിരിക്കുകയാണ് അയാൾ. വില്ലേന്തി കയർത്തു വരുന്ന ഭീമനെയും പിന്നാലെ കൃഷ്ണ യുധിഷ്ഠിരാദികളെയും കണ്ട് വ്യഥിതനായി ആ ബ്രഹ്മശിരസ് തന്നെ പ്രയോഗിപ്പാൻ ഉറച്ചു. ഇടങ്കൈ കൊണ്ട് ഒരു പുൽക്കൊടിയെടുത്ത് ആ ദിവ്യാസ്ത്രം ആപാദിപ്പിച്ച് അപാണ്ഡവായ എന്ന് പറഞ്ഞ് വിട്ടു. ആ പുൽക്കൊടിമേൽ 3 ലോകവും എരിയാൻ പോന്ന തീയെ ഉളവായി. ദ്രൗപദിയുടെ പ്രതിജ്ഞയും അത് കേട്ടുകൊണ്ട് ഭീമൻ അശ്വത്ഥാത്മാവിനെ കണ്ടെത്താനായി ഉൾക്കാട്ടിലേക്ക് പോയി എന്ന വിവരം കൃഷ്ണൻ അറിഞ്ഞു. കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറഞ്ഞു, താങ്കളുടെ സഹോദരൻ ഭീമൻ വലിയൊരു ആപത്തിലേക്കാണ് പോയിരിക്കുന്നത്. ദ്രോണൻ തൻ്റെ പുത്രനായ അശ്വത്ഥാത്മാവിന് ബ്രഹ്മശിരസ്, ബ്രഹ്മാസ്ത്രം എന്ന അസ്ത്രം നൽകിയിട്ടുണ്ട്. അത് പ്രയോഗിച്ചാൽ ഈ ഭൂമി മുഴുവൻ ചുട്ട് ചാമ്പലാക്കാൻ കഴിയുന്ന അത്ര കഴിവുള്ളതാണ്, അത്ര ശക്തിയുള്ളതാണ് ബ്രഹ്മാസ്ത്രത്തിന്. അതുകൊണ്ട് അത് പ്രയോഗിച്ചാൽ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് ദ്രൗണിയാണെങ്കിൽ കോപിഷ്ഠനും ദുഷ്ടനുമാണ്, ക്രൂരനാണ്. അദ്ദേഹത്തിന് അങ്ങനെ ആരോടും ഒരു നന്മ എന്നുള്ളൊരു മനസ്സില്ല. ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുകയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഉടനെ തന്നെ ഭീമന്റെ അടുത്തേക്ക് എത്തണമെന്ന് പറയുകയാണ്. ഇത് കേട്ട കൃഷ്ണനും യുധിഷ്ഠിരനും ബാക്കിയുള്ള അനുജന്മാരെല്ലാവരും കൂടി തേരിൽ ഉടനെ തന്നെ ഭീമന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ഭീമനെ ചെന്നു കണ്ടു. പക്ഷെ കോപം കൊണ്ട് ദീപ്തനായ, കോപം നിറഞ്ഞു നിൽക്കുന്ന ഭീമനെ തടയാൻ അവർക്ക് സാധിച്ചില്ല. ആ സമയത്ത് അശ്വത്ഥാത്മാവ് ഭഗീരഥി കച്ഛം ഗംഗാനദിയുടെ തീരത്ത് ഋഷിമാരോടുകൂടി ഇരിക്കുന്ന കൃഷ്ണദ്വൈപായൻ എന്ന് പറഞ്ഞ വ്യാസമഹർഷിയാണ്. വ്യാസമഹർഷിയുടെ അടുത്ത് ഇരിക്കുകയായിരുന്നു അശ്വത്ഥാത്മാവ്. തന്നെ തേടി ഭീമനും പാണ്ഡവന്മാരും എല്ലാവരും വരുന്നുണ്ട് എന്നറിഞ്ഞ് അദ്ദേഹം ഒന്ന് വ്യഥിതനായി, ദുഃഖിതനായി. അദ്ദേഹമാണെങ്കിൽ ദേഹത്ത് മുഴുവൻ നെയ്യൊക്കെ പുരട്ടി കുശകീജങ്ങൾ, ദർഭയും മരവുരിയും ഒക്കെ ധരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. ഉടനെ തന്നെ ഭീമൻ വരുന്നുണ്ട് എന്നറിഞ്ഞ അദ്ദേഹം ഇവർ പേടിച്ചതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ തന്നെ തീരുമാനിക്കുകയും കൈകൊണ്ടൊരു പുല്ലെടുത്ത് ആ അസ്ത്രത്തെ ആപാദിപ്പിക്കുക, കൈക്കൊള്ളുക. ആ അസ്ത്രത്തെ തൻ്റെ കയ്യിലേക്ക് വരുത്തി ആ പാണ്ഡവരെ എല്ലാം നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പുൽക്കൊടി അസ്ത്രമായി അയക്കുകയും ചെയ്തു. ആ അസ്ത്രത്തിന്റെ അറ്റത്ത് ഈ ലോകം മുഴുവൻ 3 ലോകങ്ങളെയും നശിപ്പിക്കാനുള്ള അഗ്നി ഉണ്ടായി വരികയും ചെയ്തു. ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ അർജുനനോട് ദ്രോണർ ഉപദേശിച്ച അതേ അസ്ത്രം പ്രയോഗിപ്പാൻ സമയമായി എന്ന് പറഞ്ഞു. അർജുനൻ തേരിൽ നിന്നിറങ്ങി ആദ്യം ആചാര്യപുത്രനും പിന്നെ തനിക്കും സഹോദരങ്ങൾക്കും സ്വസ്തി ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ഗുരുദേവന്മാരെ വന്ദിച്ച് അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് മംഗളം സങ്കല്പിച്ച് അത് പ്രയോഗിച്ചു. അതും മറ്റേ പോലെ കത്തിജ്വലിക്കുകയായി. ഇടിമുഴക്കവും മിന്നൽപാളിയും ഭൂകമ്പവും സർവ്വഭൂതങ്ങളും പേടിച്ചരണ്ടു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനനും ആ അസ്ത്രങ്ങൾക്ക് നടുവിൽ 2 അഗ്നികളെ പോലെ വന്നു നിന്നു. അവർ പറഞ്ഞു, പല ശാസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരു അസ്ത്രം മനുഷ്യനിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? അർജുനൻ അവരെ കണ്ട ഉടനെ തൻ്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. ഭഗവാൻമാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. അശ്വത്ഥാത്മാവ് ബ്രഹ്മാസ്ത്രം ഇപ്പോൾ പ്രയോഗിക്കുമെന്ന് മനസ്സിലാക്കിയ കൃഷ്ണൻ അർജുനനും ദ്രോണാചാര്യര് ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ
പഠിപ്പിച്ചു കൊടുത്തിരുന്നു. അതുകൊണ്ട് അതിന്റെ സമയമായി, ഉടനെ തന്നെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പറഞ്ഞു. അർജുനൻ നാശത്തിന് വേണ്ടിയല്ല അവിടെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നത്, എന്നാൽ അശ്വത്ഥാത്മാവ് സകലരെയും നശിപ്പിക്കാൻ വേണ്ടിയാണ്. 3 ലോകങ്ങളെയും നശിപ്പിക്കും ആ ഒരു അസ്ത്രം. നമ്മള് ഇന്നത്തെ ആറ്റം ബോംബ് എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ലോകം തന്നെ നശിപ്പിക്കാൻ പോകുന്ന ശക്തി അതിനുണ്ട്. അതുകൊണ്ട് ആ അസ്ത്രത്തെ പ്രതിസംഹരിക്കുക, അതിനെ നശിപ്പിക്കാൻ വേണ്ടി ആ അസ്ത്രം മറ്റുള്ള മനുഷ്യരിലേക്ക് ഒന്നും ഏൽപ്പിക്കരുത് എന്ന് കരുതിയിട്ടാണ് അർജുനൻ തൻ്റെ ബ്രഹ്മാസ്ത്രത്തെ പ്രയോഗിക്കാനായിട്ട് അദ്ദേഹം മുതിരുന്നത്. അദ്ദേഹം ഗുരുക്കന്മാരെയും തൻ്റെ സഹോദരന്മാർക്കും ആചാര്യപുത്രനും തങ്ങൾക്ക് നേരെ ശത്രുത ചെയ്ത ആചാര്യപുത്രന് പോലും അശ്വത്ഥാത്മാവിന് പോലും നല്ലത് വരുത്തട്ടെ എന്ന മംഗളം സങ്കല്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. അസ്ത്രം കത്തിജ്വലിച്ചു കൊണ്ടുവരികയും അസ്ത്രങ്ങള് 2 അസ്ത്രങ്ങളും ഒരേപോലെ വന്നു നിൽക്കുകയും ചെയ്തു. ഇടിമുഴക്കവും മിന്നലും ഭൂകമ്പവും ഒക്കെ ഉണ്ടായി. എല്ലാവരും, സകല ജീവജാലങ്ങളും പേടിച്ചു. അപ്പോൾ സർവഭൂതാത്മാവായ നാരദൻ, എല്ലാ ജീവികളെയും ഉൾക്കൊള്ളുന്നവനായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദ്വൈപായനും വ്യാസമഹർഷിയും ആ അസ്ത്രങ്ങളുടെ നടുവിൽ വന്ന് നിന്നു. അവര് പല ശാസ്ത്രങ്ങളും അറിയുന്ന മഹാരഥന്മാർക്ക് ഈ അസ്ത്രം പ്രയോഗിക്കാൻ അറിയാമായിരുന്നു. പക്ഷെ അവരാരും ലോകനാശമായിട്ടുള്ള ഈ അസ്ത്രത്തെ ഉപയോഗിച്ചില്ല. പിന്നെ നിങ്ങൾ എന്തിനിത് ചെയ്തു എന്ന് ചോദിച്ചു. ഉടനെ തന്നെ അർജുനൻ തൻ്റെ അസ്ത്രത്തെ പ്രതിസംഹരിക്കുക തിരിച്ചെടുത്തു. തന്നോട് ക്ഷമിക്കണമെന്നും ഹിതം നല്ലത് വരണമെന്നും അദ്ദേഹം അർജുനൻ ആ മഹാരഥന്മാരോട് അപേക്ഷിക്കുകയും ചെയ്തു. ബ്രഹ്മ തേജോഭവമായ അസ്ത്രത്തെ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. ചെയ്താൽ അത് അവന്റെയും കൂട്ടരുടെയും തല തെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിക്കാൻ കഴിയാതെ വാശി പിടിച്ചു നിൽക്കുകയായി. പ്രതിസംഹരിക്കുക പറഞ്ഞ പിൻവലിക്കുകയാണ്. അപ്പൊ ബ്രഹ്മ തേജസ്സുള്ള ആ ബ്രഹ്മാസ്ത്രത്തെ തിരിച്ചെടുക്കുക എന്ന് പറയുന്നത് ദുഷ്കരമായ കാര്യമാണ്. അത് ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചവനും നന്മ ചെയ്യുന്നവനും മാത്രമാണ് അത് തിരിച്ചെടുക്കാൻ സാധിക്കുള്ളൂ. ഇത് രണ്ടും അശ്വത്ഥാത്മാവിന് ഇല്ലാത്തത് കൊണ്ടും അദ്ദേഹത്തിന് പാണ്ഡവരെ നശിപ്പിക്കണം എന്നുള്ളത് കൊണ്ടും ലോകനാശം ഉണ്ടായാലും താൻ ആഗ്രഹിച്ചത് നേടണമെന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ടും അശ്വത്ഥാത്മാവ് തന്റെ ബ്രഹ്മാസ്ത്രത്തെ പിൻവലിക്കാതെ അവിടെ തന്നെ നിന്നു. പിൻവലിക്കില്ല എന്ന് വാശി പിടിച്ചുകൊണ്ട് നിന്നു. വ്യാസൻ പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രം എയ്തത്. അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണ്. അയാൾ അത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞ് പ്രതിസംഹരിച്ചു. നീയും അത് ചെയ്യൂ. കോപമടക്കൂ. പാണ്ഡവർ നിരാമയരാവട്ടെ. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്നെ പ്രാണൻ വിട്ടുതരും. വാശി പിടിച്ചുകൊണ്ട് ബ്രഹ്മാസ്ത്രം പിൻവലിക്കാതെ നിൽക്കുന്ന അശ്വത്ഥാത്മാവിനോട് വ്യാസമഹർഷി പറയുകയാണ്, അർജുനൻ നിന്നെ വധിക്കുന്നതിനോ ലോകനാശത്തിനോ വേണ്ടിയല്ല ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചത്. നീ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രത്തെ തടുക്കാൻ വേണ്ടി മാത്രമാണ്. താൻ ഉപദേശിച്ചപ്പോൾ അർജുനൻ അത് പിൻവലിക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാവരെയും സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അർജുനൻ തുടങ്ങിയ പാണ്ഡവരോട് എന്താണ് നീ ഇങ്ങനെ ദുഷ്ടത വെച്ച് പുലർത്തുന്നത്? ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാൽ ആ രാജ്യത്ത് പിന്നെ കൊല്ലക്കണക്കിന് മഴ പെയ്യില്ല. അങ്ങനെ വർഷങ്ങളോളം മഴ പെയ്യാതിരുന്നാൽ, ഒരു പുൽക്കുടി പോലും മുളയ്ക്കാതിരുന്നാൽ ആ നാട് സർവനാശമാണ് ഉണ്ടാവുക. അതുകൊണ്ട് ലോകത്തെ നശിപ്പിക്കുന്ന ആ കോപവും നിന്റെ അസ്ത്രത്തെയും നീ അടക്കൂ. അത് മാത്രമല്ല, നിന്റെ ശിരസിലുള്ള നീ അണിഞ്ഞിരിക്കുന്ന ചൂടാമണി എന്ന രത്നം അവർക്ക് കൊടുക്കുകയും ചെയ്യൂ എന്ന് വ്യാസമഹർഷി അശ്വത്ഥാത്മാവിനെ ഉപദേശിക്കുകയും ചെയ്തു. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നുമില്ല. ദ്രൗണി പറഞ്ഞു, എന്റെ ഈ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധി ക്ഷുധങ്ങളിൽ നിന്നും ദേവദാന നാഗരക്ഷ പ്രഭൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതെനിക്ക് ഉപേക്ഷിപ്പാൻ മനസ്സില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞതുകൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എന്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശനം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് വേണ്ട. തന്നെ അശ്വത്ഥാത്മാവ് പറയാണ്,
വ്യാസമഹർഷി പറഞ്ഞതുകൊണ്ട് ഞാൻ കേട്ടില്ല എന്ന് വേണ്ട. എൻ്റെ ഈ ലോകത്തുള്ള രത്നങ്ങളിൽ വിലപ്പെട്ട ഒന്നാണ് തൻ്റെ ഈ ചൂടാമണി. ആ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്ര വ്യാധി ക്ഷുധങ്ങൾ, ശസ്ത്രം ആയുധം, വ്യാധി അസുഖം, ക്ഷുധം വിശപ്പ്, ഇതിൽ നിന്ന് ഇതൊന്നും ഉണ്ടാവില്ല. അത് മാത്രമല്ല ദേവ ദാനവ നാഗ രക്ഷപ്രഭൃതികൾ, ദേവന്മാര്, അസുരന്മാര്, നാഗം പാമ്പുകള്, രാക്ഷസന്മാര് തുടങ്ങിയവയിൽ നിന്ന് ഭയപ്പെടേണ്ടതുമില്ല. അത്രയ്ക്കും വിശേഷപ്പെട്ട രത്നാണ്. ഇത് ഉപേക്ഷിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാലും അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇത് കൊടുക്കാം. പക്ഷേ ഞാൻ ഈ പ്രയോഗിച്ച ബ്രഹ്മാസ്ത്രം ഒരിക്കലും ഞാൻ തിരിച്ചെടുക്കുകയില്ല. അത് പാണ്ഡവരെ കൊന്നില്ലെങ്കിലും പാണ്ഡവരിലെ അർജുനന്റെ മകനായ അഭിമന്യുവിന്റെ ഭാര്യ ഗർഭത്തിലെ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കൊല്ലാൻ, അതായത് പാണ്ഡവർക്ക് ശേഷം ആ കുഞ്ഞാണ് ഇനി അവരുടെ പിന്തുടർച്ചക്കാരൻ. അതുകൊണ്ട് ആ കുഞ്ഞിനെയെങ്കിലും വധിക്കാൻ ഇത് ഞാൻ ഉപയോഗിക്കും, എൻ്റെ ഈ അസ്ത്രം ഉപയോഗിക്കുമെന്ന് പറയാണ്. വ്യാസൻ പറഞ്ഞു, അങ്ങനെയാവട്ടെ, നീ അതിനപ്പുറം ഒന്നും വിചാരിക്കരുത്. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഹൃഷികേശൻ ഹർഷം പൂണ്ട പാപിയോട് പറഞ്ഞു, അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ദ്രൗണി ശുണ്ഠിയെടുത്തു. അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്. എൻ്റെ വാക്ക് മറിച്ചാവില്ല. ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ യേശുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതേണ്ട. ഇത് കേട്ടപ്പോൾ വ്യാസൻ, അങ്ങനെയാവട്ടെ, അതിനപ്പുറം നീയൊന്നും കരുതരുത് എന്ന് പറയാണ്. അങ്ങനെ ആ അസ്ത്രത്തെ പാണ്ഡവരിലെ അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലുന്നതിനു വേണ്ടി ആ അസ്ത്രം ഉപയോഗിക്കാൻ. അത് അറിഞ്ഞപ്പോൾ ഹൃഷികേശൻ കൃഷ്ണൻ ദേഷ്യം കൊണ്ട് പറയാണ്, താൻ ഒരിക്കലും ഇത് അനുവദിച്ചു തരില്ല. അർജുനന്റെ പുത്രന്റെ ഭാര്യയായ ഉത്തര പ്രസവിച്ചുണ്ടാകുന്ന ആ കുട്ടി പരീക്ഷിത്ത് എന്ന മകൻ, ആ കുട്ടിയെ കൊല്ലാനാണല്ലോ നീ ഇത് ഉപയോഗിച്ചത്. അവൻ ഒരിക്കലും മരണപ്പെടുകയില്ല. അവനെ ഞാൻ ജീവിപ്പിക്കും. അവൻ പാണ്ഡവ വംശത്തെ നിലനിർത്തും എന്നും അദ്ദേഹം പറയാണ്. ഇത് കേട്ട ദ്രൗണി, നമ്മുടെ അശുദ്ധാത്മാവ്, ശുണ്ഠി എടുത്തുകൊണ്ട് പറയാണ്, ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങേക്ക് അതിന് സാധിക്കില്ല എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ആ പരമാസ്ത്രം വീണാൽ വെറുതെ ആവില്ല തന്നെ. എന്നാൽ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിത ഘാതകിയുമാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. നീ അതിന്റെ ഫലം നേടുക. നീ 3000 ആണ്ടുകാലം അങ്ങുമേതും അറിയപ്പെടാത്ത ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. പാപാത്മൻ സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടും കാടുകളിൽ തെണ്ടിയലയും. പരീക്ഷിത്താവട്ടെ ആയുസ് നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കൃപാചാര്യരിൽ നിന്ന് സർവശാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയ ധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. ഇവർക്കു ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത്, ദുർബുദ്ധേ, നീ മിഴിച്ചു നിൽക്കെ, കുരുവംശ രാജാവായി വരും. ഞാൻ അവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം നരാധമ നീ കണ്ടുകൊള്ളുക. വ്യാസനും പറഞ്ഞു, നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുംകൈ ചെയ്തതുകൊണ്ട്, ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും ദേവകീപുത്രൻ പറഞ്ഞ ഉത്തമവാക്യം തീർച്ചയായും ഫലിക്കും. ഈ അസ്ത്രം ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ വധിക്കാൻ ഉപയോഗിക്കുമെന്ന് കേട്ടപ്പോൾ കൃഷ്ണൻ ദേഷ്യം കൊണ്ട് പറഞ്ഞു, നിന്റെ അസ്ത്രം ഒരിക്കലും, ബ്രഹ്മാസ്ത്രം ഒരിക്കലും വെറുതെ ആവില്ല. നിന്റെ അസ്ത്രം കൊണ്ട് ആ കുഞ്ഞ് ജനിക്കുന്നത് ചാപിള്ളയായിട്ടായിരിക്കും. ചാപിള്ള എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത കുഞ്ഞ്. ചാപിള്ളയായിട്ട് ജനിച്ചാലും എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ അവന് ജീവൻ നൽകി ദീർഘായുസ് കൊടുക്കും. ആ കുഞ്ഞിനെ വധിക്കാൻ, ഗർഭത്തിലുള്ള ഒരു കുഞ്ഞിനെ പോലും വെറുതെ വിടാൻ കഴിയാത്ത നിന്റെ മനസ്സ്, അങ്ങനെയുള്ള നീ ഒരു കാപുരുഷനാവും, പൗരുഷമില്ലാത്തവനായിട്ട് മാറും. പാപം ചെയ്ത് ബാലഗാധകി, കുഞ്ഞുങ്ങളെ കൊന്ന നിന്നെ കുറിച്ച് ഈ നാട് മുഴുവൻ അറിയും. അതിന് ഒരു ശാപം പോലെ കൃഷ്ണൻ പറയുകയാണ്, ഈ 3000 ആണ്ട് കാലം, അതായത് ഈ ഭൂമി നിലനിൽക്കുന്ന അത്രയും കാലം നീ ജീവിച്ചിരിക്കും, ചിരഞ്ജീവിയായിരിക്കും. നീ ഈ ഭൂമിയിലുള്ള എല്ലാ അസുഖങ്ങളും നിനക്ക് വന്നു ചേരും. അങ്ങനെ ചലവും നാറ്റവും നാറിക്കൊണ്ട് കൊടും കാട്ടില് ഒരു മനുഷ്യനെ പോലും കാണാതെ ഏകാന്തനായി നിനക്ക് ജീവിക്കേണ്ടി വരും. പക്ഷേ പരീക്ഷിത്ത്, ഉത്തരയുടെ ഗർഭത്തിലുള്ള അഭിമന്യുപുത്രനായ പരീക്ഷിത്തോ ആയുസ് നേടി ബ്രഹ്മചര്യമെല്ലാം അനുഷ്ഠിച്ച് അവൻ എല്ലാ ശാസ്ത്രവും അറിഞ്ഞ് ക്ഷത്രിയ ധർമ്മമെല്ലാം അറിഞ്ഞ് ഒരു രാജാവായി ഈ ഭൂമി വാഴുകയും ചെയ്യും. പാണ്ഡവർക്ക് ശേഷം പാണ്ഡവംശത്തെ നിലനിർത്തി അവൻ ഈ ഭൂമിയിൽ ജീവിക്കും. ഇത് കേട്ട വ്യാസനും പറഞ്ഞു,
ഞങ്ങളെ അനാദരിച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ, ഗർഭത്തിലുള്ള കുഞ്ഞിനെ പോലും വെറുതെ വിടാത്ത നീ, ദേവകീപുത്രനായ കൃഷ്ണൻ പറഞ്ഞ ശാപം നിനക്ക് ഏൽക്കട്ടെ എന്ന് വ്യാസമഹർഷിയും പറഞ്ഞു. ദ്രൗണി പറഞ്ഞു, ബ്രഹ്മൻ അവിടത്തോടുകൂടി ഞാനും മനുഷ്യനിൽ ഇരുന്നു കൊള്ളട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവാകായിക്കൊള്ളട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു. മനം കെട്ട് അവരെല്ലാം നോക്കി നിൽക്കെ കാടുകേറി. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിൽ വല്ലവരെ പറ്റിയും പറയാമെങ്കിൽ അത് ഈ അശ്വത്ഥാത്മാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചെലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടുംകാടിലും തെണ്ടിയലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്ന ഈ ദ്രോണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തരങ്ങളാൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ ആഘാത പ്രത്യാഘാത രൂപേണ വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ച് തലമുറകളിലൂടെ വീണ്ടും പ്രതികാരേച്ഛയായി ഈട്ടം കൂട്ടി തനിക്കുള്ള അനർഘമായ രത്നം പോയിപ്പോയാലും എതിരാളിക്ക് മൂലച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന് വാശിയായി വീടുറക്കുന്ന ആ പക എന്ന് പറയുന്ന മനുഷ്യ ശാപമുണ്ടല്ലോ, അതിൻ്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെകുത്താൻ. അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ് അശ്വത്ഥാത്മാവിനെ ചിരഞ്ജീവിയായും സർവവ്യാപിയുമായി കൽപ്പിച്ചതിന് അർത്ഥം. ശ്രീ എന്ന പോലെ ജ്യേഷ്ഠ ചേട്ടയെയും ഭഗവതിയായി കണ്ട ആർഷ സംസ്കാരം വ്യാസനെ എന്ന പോലെ അശ്വത്ഥാത്മാവിനെയും ചിരഞ്ജീവിയായി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. ഈ ശാപമെല്ലാം കേട്ടിട്ട് അശ്വത്ഥാത്മാവ് പറയുകയാണ്, നിങ്ങളുടെ വാക്കുകളൊക്കെ സത്യമായിക്കൊള്ളട്ടെ, നിങ്ങളെല്ലാം ഭവാന്മാരാണ്. അതുകൊണ്ട് ഞാൻ ഈ ചൂടാമണി, തൻ്റെ ദിവ്യമായ ചൂടാമണി പാണ്ഡവർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞ അദ്ദേഹം ചൂടാമണി കൊടുത്തിട്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയി. ഇനി നമ്മുടെ ലേഖകൻ നമ്മളോടായി പറയാണ്, ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക്, ആ വാക്കിന്റെ മുഴുവനായ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഒരാളെ നോക്കിയാൽ മതി. അതാരാണ്? ഈ അശ്വത്ഥാത്മാവാണ്. അയാളാണെങ്കിൽ ആരാണ്? ചിരഞ്ജീവിയാണ്. ഒരിക്കലും മരണമില്ലാത്തവനാണ് ചിരഞ്ജീവി എന്ന് പറയുന്നത്. 7 ചിരഞ്ജീവികളാണ്, അതിലൊരു ചിരഞ്ജീവിയാണ് അശ്വത്ഥാത്മാവ്. ആയിരക്കണക്കിന് ആണ്ടുകൾ എല്ലാ അസുഖങ്ങളും വ്യാധി അസുഖങ്ങളും പെട്ട് ചോരയും ചെലവും ഒക്കെ ഒലിപ്പിച്ച് നാറിക്കൊണ്ട് ഭൂമിയിൽ മനുഷ്യരുള്ളിടത്തൊന്നും വരാൻ പറ്റില്ല. അതുകൊണ്ട് ആരുമില്ലാത്ത വിജന പ്രദേശങ്ങളിൽ കൊടും കാട്ടിൽ തെണ്ടി അലയുന്ന അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപായനോടൊപ്പം സർവ്വ മനുഷ്യരിലും കുടികൊള്ളുന്ന ഒരു ഭാവമായിട്ട് അശ്വത്ഥാത്മാവ് ഇപ്പോഴും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്നാണ് പറയുന്നത്. ചിരഞ്ജീവി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഉള്ളിലെ ഒരേ ഭാവങ്ങളാണ്. നമ്മുടെ ഉള്ളിലൊക്കെ പക, ഒരാളോടും തീർത്താൽ തീരാത്ത, ഒരു രാത്രിക്കപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരാളോടും ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ആ ദേഷ്യമൊക്കെ തീർത്തിരിക്കണം. അങ്ങനെയുള്ള ഇല്ലാത്തവരൊക്കെ ഒരു തരം പൈശാചികമായ മനസ്സ് വെച്ച് പുലർത്തുന്നവരാണ്. അതിൽപ്പെട്ട ഏറ്റവും ചീത്ത വികാരമാണ് പക, ഒരിക്കലും തീരാത്ത ദേഷ്യം. ആ പകയുടെ പ്രതിരൂപമായിട്ടാണ് നമ്മുടെ അശ്വത്ഥാത്മാവിനെ കാണുന്നത്. നമ്മുടെ മനസ്സിലൊക്കെ ഒരാളോട് പക തോന്നിയാൽ നമ്മുടെ ഉള്ളില് അശ്വത്ഥാത്മാവ് ഉണർന്നു, ജനിച്ചു എന്നാണ് അർത്ഥം. മനുഷ്യ മനസ്സിലെ ഭാവങ്ങളായിട്ടാണ് ഈ ചിരഞ്ജീവിത്വത്തെ കാണുന്നത്. അങ്ങനെ നമ്മുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്ന പകയുടെ രൂപമായിട്ട് അശ്വത്ഥാത്മാവിനെ പറയാൻ, സ്നേഹം കൊണ്ട് ഒന്നായി തീർന്ന മനുഷ്യരെ ഒരു കാരണവും ഇല്ലാതെ ദ്വേഷ മത്സരങ്ങൾ, ദേഷ്യവും മത്സരം തുടങ്ങിയ വികാരങ്ങൾ ഉണ്ടാവുകയും ആഘാത പ്രത്യാഘാതങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല വഴക്കുകൾ ഉണ്ടാവുകയും അത് വളർന്ന് ചെറിയ വഴക്കുകൾ വളർന്ന് വലിയ യുദ്ധങ്ങളായി മാറുകയും ഒക്കെ ചെയ്യുന്നത്, പ്രതികാരങ്ങളായി ഈട്ടം കൂട്ടുക, വർദ്ധിച്ചു വരുന്നത്, ഇത് തലമുറകളിലോളം നീണ്ടു നിൽക്കുന്ന പ്രതികാരം മനുഷ്യരിൽ ഉണ്ടാവുക, ഇതൊക്കെ ഈ പക നമ്മുടെ മനസ്സിലുണ്ടാവുന്നത് കൊണ്ടാണ്. ആ പകയുടെ രൂപം, മൂർത്തിയാണ് ഇവിടെ അശ്വത്ഥാത്മാവ്. തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ടാലും എതിരാളികൾക്ക് മൂലച്ഛേദം വേരോടുകൂടെ നശിച്ചു പോവുക. പിന്നീട് ഒരു ചെടി വേരോടെ നശിച്ച് പിന്നീട് അത് ഉണ്ടാവില്ല അല്ലെ? അതുപോലെ തൻ്റെ ശത്രുക്കൾ വേരോടെ നശിക്കണം. ജനിക്കാൻ പോകുന്ന ഒരു കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ട് ആ കുഞ്ഞിനെ പോലും തൻ്റെ ശത്രുവിൻ്റെ കൂട്ടത്തിൽ പെട്ടതാണ് എന്നുള്ളത് കൊണ്ട് അതുപോലും നശിച്ചു കാണണമെന്ന് കരുതുന്ന അത്രയും പൈശാചികമായ മനസ്സിൻ്റെ ഉടമയായിട്ട് ഇവിടെ അശ്വത്ഥാത്മാവ് മാറുകയാണ്, ആ പക ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് ആ ചെകുത്താനെ, അവനെ എപ്പോഴും നമ്മൾ താക്കീതോടുകൂടെ ഓർത്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? അവൻ ചിരഞ്ജീവിയായി പകയുടെ ഭാവമായി ഇവിടെ ഈ ഭൂമിയിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അവനെ നമ്മൾ സൂക്ഷിക്കണമെന്ന് പറയാണ്. നമ്മൾ
ശ്രീ ഐശ്വര്യത്തിന്റെ ദേവതയെ പോലെ ചേട്ട ദുർദേവതയെയും നമ്മൾ ആരാധിക്കുന്ന സംസ്കാരമാണ് നമ്മുടേത്. അതുപോലെയാണ് വ്യാസനെയും അശ്വത്ഥാത്മാവിനെയും പറയുന്നത്. ശ്രീയുടെ ദേവനായി നമ്മൾ അശ്വത്ഥാത്മാവിനെ കാണുന്നു. ചീത്തയുടെ ദേവതയായിട്ട് ഇവിടെ അശ്വത്ഥാത്മാവിനെ കാണാമെന്നുള്ളത് പോലെ പറയുകയാണ്. അതായത് രണ്ടു ഭാവങ്ങൾ, നന്മയുടെയും തിന്മയുടെയും ഭാവങ്ങൾ ഇവിടെയുണ്ട്. അത് നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുണ്ട്, നന്മയും തിന്മയും. അതിൽ ഏതിന് പ്രാധാന്യം കൊടുക്കണമെന്ന് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നന്മ കൂടുതൽ നിൽക്കുമ്പോൾ നമ്മൾ നന്മയുള്ളവരും, തിന്മയുടെ അംശം കൂടുതൽ സ്വഭാവത്തിൽ വരുമ്പോൾ നമ്മൾ തിന്മയുള്ളവരുമായിട്ട് മാറുന്നു. ആ നന്മയെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നവരായി നമുക്ക് മാറണം. ചിരഞ്ജീവിയായ വ്യാസനെ പോലുള്ളവരായിരിക്കണം നമ്മുടെ മനസ്സിൽ ജീവിക്കേണ്ടത്. അല്ലാതെ പകയുടെ മൂർത്തിമത് ഭാവങ്ങളായ അശ്വത്ഥാത്മാവിനെ പോലെയുള്ളവരെ ആകരുത്. ാണ് നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഒരുപാട് പാഠങ്ങൾ എടുക്കാനുള്ളത് കൊണ്ട് ടീച്ചർ ഒറ്റ ക്ലാസ് കൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളിത് മടുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തവണ നിർത്തിയിട്ട് കാണുക. അതിൻ്റെ ഒപ്പം തന്നെ പാഠം വായിച്ചു നോക്കുകയും ചെയ്യാം. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടീച്ചറെ വിളിക്കാവുന്നതാണ്. നമുക്ക് ഗൂഗിൾ മീറ്റിൽ സംശയങ്ങളൊക്കെ തീർക്കാവുന്നതുമാണ്. അപ്പം പാഠഭാഗത്ത് പറയുന്നത് കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന പഠനാത്മക കൃതിയിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നത് യുദ്ധം സർവനാശമാണ്. പക, മനുഷ്യഭാവത്തിലെ പകയെ നമ്മൾ മാറ്റി നിർത്തുക. സ്വന്തക്കാരും ബന്ധുക്കളും പോലും ഈ പകയുണ്ടെങ്കിൽ സർവം നശിച്ചവരായി മാറും. അതുകൊണ്ട് പകയെയും ദേഷ്യത്തെയും മാറ്റി നിർത്തിക്കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു മനസ്സോടുകൂടി ജീവിക്കാനുള്ള ഒരു സന്ദേശമാണ് നമ്മുടെ ഇതിഹാസ കൃതികൾ നമുക്ക് പകർന്നു തരുന്നത്. നാശമാണ് എന്ന് കാണിക്കാനായി ഇവിടെ ജയിച്ചവർക്കും പരാജയപ്പെട്ടവർക്കും സംഭവിച്ച നാശങ്ങളും ദുഃഖവും എല്ലാം നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പം എല്ലാവരും പാഠം ഒരിക്കൽ കൂടി വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചോദ്യോത്തരങ്ങളായി കാണാം.